താളമായറിവിന്നാളമായെന്നും തെളിയണേ. ജ്ഞാനമായി ജീവഗാനമായി അറിവിൻ ഗാനമായെന്നും നിറയണേ. സങ്കടങ്ങൾക്കും സംഘർഷങ്ങൾക്കും സാന്ത്വനം നീ പകരണേ. ദൈവമേ, നിന്റെ പ്രാർത്ഥനാഗീതം ഉള്ളിലെന്നും ഉണർത്തണേ. നിന്നദൃശ്യ സാന്നിധ്യമാം ശാന്തി ലോകമാകെ നിറയ്ക്കണേ. കാലമായി വിശ്വതാളമായി അറിവിന്നാളമായെന്നും തെളിയണേ. ജ്ഞാനമായി ജീവഗാനമായി അറിവിൻ ഗാനമായെന്നും നിറയണേ. ഈ ധന്യമായ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ ചടങ്ങിലെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ ചടങ്ങിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി അനിത ആണ്. അവരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും നെല്ലായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ അജേഷാണ്. അജേഷിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുനർജനി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നത് സുപ്രസിദ്ധ ഗാനരചയിതാവും കവിയുമായ ശ്രീ ഹരിനാരായണനാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രശസ്ത ബാലസാഹിത്യകാരൻ ശ്രീ KN കുട്ടി മാസ്റ്ററെ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. പുനർജനി എന്ന കവിതാ സമാഹാരം പരിചയപ്പെടുത്താൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത കവയിത്രി KP ശൈലജ ടീച്ചറെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന വിദ്യാലയത്തിന്റെ മാനേജർ സുഖേട്ടൻ, അതുപോലെ നമ്മുടെ മുൻ പ്രധാന അധ്യാപികയും കവയിത്രി കൂടിയായ ശ്രീമതി OP ചന്ദ്രിക ടീച്ചർ, BRC പ്രതിനിധി മനോഹരൻ മാസ്റ്റർ, ഇവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിദ്യാലയത്തിന്റെ PTA വൈസ് പ്രസിഡന്റ് ശ്രീ രാജൻ അവർകളെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിദ്യാലയത്തിലെ സീനിയർ ടീച്ചർ ശ്രീ ഗോപിനാഥൻ മാസ്റ്റർ, ശ്രീ ശരത് ബാബു തച്ചമ്പാറ, കവിയും അധ്യാപകനുമായ ശ്രീ ശിവപ്രസാദ് പാലോട്, കവിത ആലാപനം നടത്തുന്ന ശ്രീമതി സരിത കാറൽമണ്ണ എന്നിവരെയും സ്നേഹബഹുമാനങ്ങളോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് പുനർജനിയുടെ രചയിതാവ് കൂടിയായ നമ്മുടെ വിദ്യ ടീച്ചറാണ്. ടീച്ചറെയും ഈ ചടങ്ങിൽ സംബന്ധിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നാട്ടുകാരെയും, പ്രത്യേകിച്ച് വിദ്യ ടീച്ചറുടെ കുടുംബാംഗങ്ങളെയും
ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാനേജറുടെ അഭാവത്തിൽ മാനേജർ പ്രതിനിധിയായ ശ്രീമതി നമ്മുടെ വിദ്യാലയത്തിലെ തന്നെ ഉഷ ടീച്ചർ ഇവിടെ ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. അവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ എല്ലാ രക്ഷിതാക്കളെയും നാട്ടുകാരെയും എന്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെയും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീമതി അനിതയെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി അനിത, സ്വാഗതം പറഞ്ഞ എച്ച്.എം. ഗീത ടീച്ചർ, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് ശ്രീ ബി കെ ഹരിനാരായണൻ, നമുക്കേവർക്കും പ്രിയങ്കരനായ കെ എൻ കുട്ടി മാസ്റ്റർ, കവയിത്രി ശൈല ടീച്ചർ, ശ്രീ ശരത് ബാബു തച്ചമ്പാറ, ശ്രീ ശിവപ്രസാദ് പാലോട്, ശ്രീമതി സരിത വിനോദ് കാർമണ്ണ, പി ടി എയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജൻ, സർവോപരി ഇന്നത്തെ ചടങ്ങിന്റെ കേന്ദ്രബിന്ദു ENOP എന്ന വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്വകാര്യ അഹങ്കാരമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യ ടീച്ചർ, പ്രിയമുള്ള അധ്യാപകർ, മുൻകാല അധ്യാപകർ, PTA ഭാരവാഹികൾ, വളരെ അഭിമാനത്തോടു കൂടിയുള്ള ഒരു നിമിഷത്തിലാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തിപരമായും നമ്മുടെ വിദ്യാലയം എന്ന നിലയ്ക്കും ഒരുപോലെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഈ വിദ്യാലയത്തിൽ പഠിച്ച് വളർന്ന, നേരത്തെ സ്വാഗതത്തിൽ ഗീതടീച്ചർ പറഞ്ഞതുപോലെ എനിക്ക് മുൻപ് ഈ വിദ്യാലയത്തിൽ നിന്ന് പോയ അധ്യാപിക പുതിയ കവയിത്രികളുടെ കൂട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ പ്രയോഗമല്ല. അവര് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ച ആളാണ്. 6ാം ക്ലാസ് മുതൽ എഴുത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിനും വർഷങ്ങൾക്ക് മുൻപ് ഒരുപക്ഷെ അവരുടെ മനസ്സിലുള്ള ആശയങ്ങളെ സമർത്ഥമായി പ്രയോഗിക്കാൻ കഴിയാത്തതിനാൽ എഴുതി തുടങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആശയങ്ങൾ 6ാം ക്ലാസ് മുതൽ അവർ എഴുതി തുടങ്ങിയതാണ്. കഥ എന്ന് പറയുന്ന വിഭാഗത്തിന് ആ സമയത്തോണോ ജില്ലാതല മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടുന്നത്, ടീച്ചറെ, ജില്ലാതല കലോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടുന്നത്. അതിനുശേഷം കുറെ കാലം എഴുതിയിരുന്നു. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ എഴുതിയതിൽ നിന്ന് അവരുടെ കൈവശമുള്ളതിന്റെ ആകെയുള്ള ഒരു സമാഹാരമാണ് പുനർജനി എന്ന പേരിൽ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. 43ഓളം കവിതകളുടെ സമാഹാരമാണത്. അങ്ങനെ എഴുത്തിന്റെ ലോകത്ത് മാത്രമല്ല, ഒരുപക്ഷെ ഈ വിദ്യാലയം എന്ന് പറഞ്ഞാൽ പ്രഗത്ഭമതികളായ ഒരുപാട് അധ്യാപകർക്കും അധ്യാപകരല്ലാത്ത ആളുകൾക്കും ജന്മം കൊടുത്ത വിദ്യാലയമാണ്. ഇപ്പോ അധ്യാപക അവാർഡ് ജേതാവായ പ്രതാപൻ മാസ്റ്റർ ഈ വിദ്യാലയത്തിൽ നിന്നാണ്. ശാസ്ത്രരംഗത്തേക്ക് പുതിയ കാൽവെപ്പുകൾ ഉണ്ടായ കാലത്തല്ല, ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാ ഘട്ടത്തിലും നാം മുൻപന്തിയിലെത്തുമ്പോഴെല്ലാം ഈ വിദ്യാലയം അതിലുണ്ടായിരുന്നു. കുറേയേറെ അധ്യാപകർ ആ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ മുപ്പത്തി രാമേന്ദ്രൻ മാസ്റ്റർ നമ്മുടെ വിദ്യാലയത്തിൽ ആ രൂപത്തിലേക്ക് ഈ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന സാഹിത്യ സൃഷ്ടികളുടെ കർത്താവായിരുന്നു. അപ്പോ അതിന്റെ ഒരു പിൻതലമുറയിലെ തുടർച്ചക്കാരിയാണ് വിദ്യ ടീച്ചർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇതിന് മുൻപുണ്ടായിരുന്ന ചന്ദ്ര ടീച്ചറും ചെറിയ രൂപത്തിലേക്ക് എഴുതിയിരുന്നു. അധ്യാപക രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ മാതൃകാപരമായ, ഒരുപക്ഷെ മാതൃകാപരം എന്നതിനപ്പുറത്തേക്ക് അതൊരു തീർത്ഥാടനം പോലെയൊക്കെ ചില അധ്യാപകർക്ക് തോന്നാറുണ്ട്. അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ്. ഓരോ വിദ്യാർത്ഥിയെയും തന്റെ മക്കളെ പോലെ സ്നേഹിക്കുന്ന വിഭാഗമാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അധ്യാപന രംഗത്ത് മുൻപന്തിയിലെത്താൻ ഏറെക്കുറെ എല്ലാ അധ്യാപകരും കഴിയാറുണ്ട്.
അധ്യാപനത്തിന് പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള ചോദ്യമാണ് വർത്തമാനകാലത്ത് നാം ഉന്നയിക്കേണ്ടത്. ആ രൂപത്തിൽ വിദ്യ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിദ്യാലയത്തിന്റെ ഒരു മാണിക്യമാണ്. ENUP വിദ്യാലയത്തിന്റെ ENUP സ്കൂളിന്റെ ഒരു മാണിക്യമാണ് വിദ്യ ടീച്ചർ എന്ന് പറയുന്നത്. ഈ അടുത്ത സമയത്താണ് ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കുന്ന കാലത്ത് K-Teachers ചാനലിന്റെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ 2 തവണയിലധികം മറ്റോ സംസ്കൃതം ക്ലാസ് ടീച്ചർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടേതുപോലൊരു വിദ്യാലയത്തിൽ നിന്ന്, തീർത്തും ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിലനിന്നു പോകുന്ന ഒരു വിദ്യാലയത്തിൽ നിന്ന് സംസ്ഥാന തലത്തേക്ക് അറിയപ്പെടുന്ന കുറേയേറെ പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ കണ്ണി എന്ന് വേണമെങ്കിൽ ഇപ്പൊ വിദ്യ ടീച്ചറെ പറയാം. നാളെ പുതിയ ആളുകൾ വരും. സ്വാഭാവികമായും പുതിയ ആളുകൾ ഈ രംഗത്തേക്കും ഇതല്ലാത്ത രംഗത്തേക്കും കടന്നു വരും. അങ്ങനെ കടന്നു വരുവാനുള്ള ഒരു പശ്ചാത്തലം ഈ വിദ്യാലയം നൽകാറുണ്ട്. അങ്ങനെ നൽകാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ മേഖലയിലേക്ക് ആളുകൾ വരുന്നത്. അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ പിന്തുണ നമ്മുടെ വിദ്യാലയം, അതിന്റെ PTA എല്ലാവരും നൽകുന്നുണ്ട്. അതുകൊണ്ട് പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരണം. അവർ എഴുത്ത് നല്ല രൂപത്തിൽ തുടരും, ഒരു സംശയവും വേണ്ട. അവരുടെ കവിതകളും കഥകളും മാത്രമല്ല, അവർ വെറുതെ എഴുതി പോകുന്നത് പോലും നമുക്ക് അത്രമാത്രം വായിക്കാൻ കഴിയുന്ന ഒന്നാണ്. ചില കുറിപ്പുകൾ കാണാറുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അവര് സാധാരണ വീട്ടിൽ നടക്കുന്ന ചില കുറിപ്പുകൾ എഴുതുമ്പോൾ പോലും അതിനകത്ത് അത്രത്തോളം കാമ്പുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. സാധാരണ നാം പ്രയോഗിക്കാറുള്ള, നാം പറയാറുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിൽ കൂടി ആ കുറിപ്പ് വായിക്കുന്നത് പോലും അത്രമാത്രം ആസ്വാദ്യകരമാണ്. ആ രൂപത്തിലേക്കാണ് അവർ എഴുത്തുണ്ടാകുന്നത്. ഈ പരിപാടി യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഈ സമയത്ത് ഞാൻ മറ്റൊരു പരിപാടി ഏൽക്കുകയും ചെയ്തതാണ്. വിദ്യ ടീച്ചറുടെ ഈ പുസ്തക പ്രകാശനം ഞാൻ സോഷ്യൽ മീഡിയയിലാണ് കാണുന്നത്. അത് കഴിഞ്ഞ് 2-3 ദിവസം മുൻപാണ് ടീച്ചർ എനിക്ക് ഒരു മെസ്സേജ് അയക്കുന്നത്, ഇങ്ങനെ ഉണ്ടത് പങ്കെടുക്കണമെന്ന്. ശരി, നമ്മുടെ അടുത്ത് നടക്കുന്നതല്ലേ. അപ്പോഴും ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹരിനാരായണ സാറെ പോലുള്ള ആളുകൾ ഇതിൽ വരുന്നുണ്ട്, അദ്ദേഹം ഇതിന്റെ പ്രയാസം മറ്റും നടത്തുമെന്ന ധാരണയിൽ നിൽക്കുന്നത്. ഇന്നലെ രാത്രി കൊണ്ട് വിളിച്ചെന്ന് ഓർമ്മിപ്പിച്ചു, നാളെ മറക്കരുത് കേട്ടോ. ശരി, സമയത്തിനനുസരിച്ച് വന്നു പോകണമെന്നും കൂടെ പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. ഇന്നൊരു 10 മിനിറ്റ് മുൻപാണ് ഇതിനൊരു ഉദ്ഘാടനം ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് അയക്കുന്നത്. പക്ഷെ ഞാനെങ്ങാനും ഈ പരിപാടിയിൽ പങ്കെടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രൂപത്തിൽ എനിക്ക് പറ്റ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ പോയത് എന്ന് ഞാൻ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വന്നേനെ. കാരണം അത്രമാത്രം പ്രൗഢഗംഭീരമായ ചടങ്ങിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും തുടർന്നും ഈ മേഖലയിൽ നടത്തുന്ന സാഹിത്യ രംഗത്തേക്ക് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ രീതിയിലേക്കുമുള്ള ആശംസകളും അഭിവാദ്യങ്ങളും നേരുകയാണ്. ഈ ചടങ്ങ് നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ചെയ്യണം. പ്രഥമ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങിൻ്റെ ആദരണീയയായ അധ്യക്ഷ അനിത തെക്കേതി, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ബഹുമാനപ്പെട്ട നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ അജേഷ്, ഇന്നിവിടെ സംസാരിക്കുന്ന KN മാഷ്, ഏറെ പ്രിയമുള്ള ശൈലജ ടീച്ചർ, അതുപോലെ അക്ഷരാർത്ഥത്തിൽ ഇന്നത്തെ താരമായിട്ടുള്ള വിദ്യ ടീച്ചർ, അങ്ങനെ വേദിയിലും
സദസ്സിൽ ഉള്ള പ്രിയപ്പെട്ടവരെ, വലിയൊരു സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഏതൊരു വ്യക്തിയായാലും ആ വ്യക്തിയുടെ ഒരു എഴുത്തുകൾ പ്രകാശനം ചെയ്യപ്പെടുക എന്നുള്ളത് വലിയൊരു, അതായത് വായിക്കുന്നവരുടെ വായനാ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഒരു എഴുത്തുകൾ ആദ്യമായിട്ട് വരിക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതില് വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷമം എന്നല്ല, എനിക്കതിന് പാകതയുണ്ടോ എന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല്, ഞാൻ ഇതുവരെ സത്യത്തിൽ കുറെ പാട്ടുകള്, സിനിമാ പാട്ടുകൾ എഴുതാറുണ്ടെങ്കിലും അപൂർവം കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാനൊരു പുസ്തക പ്രകാശനോ അല്ല ഒരു പുസ്തകം പോലും പ്രസിദ്ധീകരിക്കാത്തൊരു വ്യക്തിയാണ് തിരിച്ചു വ്യക്തിപരമായിട്ട് ഞാൻ. മാത്രമല്ല, കവിതയും പാട്ടും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ്. പാട്ട് കവിത പോലെയല്ല. അപ്പോ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു പ്രകാശനം ചെയ്യുമ്പോൾ ഞാൻ അതിന് പോകുന്ന ഒരാളാണോ എന്നുള്ള ഒരു സംശയം ഈ പ്രകാശനം എന്നല്ല, ഏത് പുസ്തകം പ്രകാശനം നടത്തുന്ന നേരത്തും ഉണ്ട്. പക്ഷെ അതിലും അപ്പുറത്ത് ഒരുപാട് സന്തോഷം ഉണ്ട്. ടീച്ചറുടെ എഴുത്തുകൾ, ഒരുപാട് കാലമായിട്ടുള്ള എഴുത്തുകൾ വരുന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അതിനൊരു കാരണക്കാരനായാലും വലിയ സന്തോഷമുണ്ട്. പുസ്തകത്തിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു, പുസ്തകം ഞാൻ വായിച്ചു, ഇതിലെ കവിതകളൊക്കെ വായിച്ചു. എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചർ ഇതിന്റെ ആമുഖത്തിൽ ശൈലജ ടീച്ചർ എഴുതിയിട്ടുണ്ട്. ടീച്ചർ അതിനെപ്പറ്റി സംസാരിക്കും, പുസ്തകത്തിനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ ടീച്ചറെ സംസാരിക്കും. അതുപോലെ തന്നെ മാഷ് ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇതിനെ പറ്റിയിട്ടാണ്. അപ്പൊ ആ നിലയ്ക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നതിൽ വലിയ ഔചിത്യം ഉണ്ടെന്ന് തോന്നുന്നില്ലെങ്കിലും ഇങ്ങനെ ഒരു പ്രകാശനം ചെയ്യപ്പെടുകയും ഇത് വായിക്കുകയൊക്കെ ചെയ്ത നിലയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഇത് വായിച്ചു നോക്കുമ്പോൾ ഇതിലെ ഇപ്പോ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ ടീച്ചർ, ഇപ്പൊ ഞാൻ ടീച്ചറോട് ചോദിക്കുകയായിരുന്നു, വിദ്യ ടീച്ചറോട്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ എഴുതി, അത് കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ എഴുത്ത് നിർത്തി, വീണ്ടും എഴുത്തിലേക്ക് വരികയും പിന്നീട് നിരവധി എഴുതുകയും ഇപ്പൊ 5 വർഷമായിട്ട് ടീച്ചർ സജീവമായിട്ട് എഴുതുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അതായിട്ട് ചേർത്ത് വെക്കുമ്പോൾ ഇതിലത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഇതിന്റെ ഈ ടീച്ചറ് ഈ പുസ്തകത്തിനെ പറ്റി പറയുന്ന സ്ഥലത്ത് അത് വായിച്ചപ്പോഴാണ് തോന്നിയത്. അതായത് സ്വയം ആസ്വദിച്ച്, ആ വാചകമാണ്, സ്വയം ആസ്വദിച്ച് എന്റെ തോന്നലുകൾ എഴുതാനുള്ള മാധ്യമമാണ് എനിക്ക് കവിത എന്നെഴുതി കണ്ടു. അതിന്റെ ഒരു തുടർച്ച പോലെ ഇതിൽ വായിച്ചു വന്നപ്പോൾ ഒരു കവിതയും കണ്ടു. ഒരിക്കലും കിട്ടില്ലെന്നറിയാമെങ്കിലും വേണമെന്ന മനസ്സിന്റെ മോഹങ്ങൾ വേദനയാവുമെന്നറിഞ്ഞപ്പോൾ വെറുതെ ആശ്വാസമാവുമെന്നോർത്ത് എന്തൊക്കെയോ തൂലികയാൽ എഴുതാൻ തുനിയവേ. ഒരിക്കലും കിട്ടില്ലെന്നറിയാമെങ്കിലും വേണമെന്ന മനസ്സിന്റെ മോഹങ്ങൾ വേദനയാവുമെന്നറിഞ്ഞപ്പോൾ വെറുതെ ആശ്വാസമാവുമെന്നോർത്ത് എന്തൊക്കെയോ തൂലികയാൽ എഴുതാൻ തുനിയവേ. ഈ 2 കാര്യങ്ങളും വായിച്ചപ്പോൾ ലോകപ്രശസ്തനായിട്ടുള്ള ഓസ്ട്രിയൻ കവിയും നോവലിസ്റ്റും, അദ്ദേഹം 1800കളിൽ ജീവിക്കുകയും എഴുതുകയും 1924-25 മരിച്ചത്. റെയ്ന മറിയ റിൽക്കെ ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അത്തരം ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ലോകത്തിലെ മികച്ച വളരെ ഇന്റൻസ് ആയിട്ടുള്ള കാവ്യങ്ങൾ എഴുതിയ കവി എന്നുള്ള നിലയ്ക്കാണ് റിൽക്കെ അറിയപ്പെടുന്നത്. അദ്ദേഹം നോവലിസ്റ്റാണ്. അത് ഒരുപാട് എഴുത്തുകളുണ്ട്. റിൽക്കെ ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. റിൽക്കെയുടെ കത്തുകൾ പ്രകാശിതമായിട്ടുണ്ട് പല വോള്യങ്ങളായിട്ട്. അപ്പൊ റിൽക്കെ ഒരു യുവ കവിക്ക് അയച്ച കത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. റിൽക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ എഴുതുന്ന ആളാണെങ്കിൽ
നിങ്ങൾക്ക് എഴുതണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രാത്രിയാണല്ലോ ഏറ്റവും നിശബ്ദമായിട്ടിരിക്കുന്ന സമയം, ആ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുന്ന ഏറ്റവും നിശബ്ദതയുള്ള ഒരു സമയത്ത് നിങ്ങളുടെ തന്നെ അകത്തിനോട്, മനസ്സിനോട് ചോദിക്കുക, ഞാൻ എഴുതേണ്ടതുണ്ടോ? ആ ചോദ്യം കൊണ്ട് ആഴത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുപോവുക. ഞാൻ എഴുതേണ്ടതുണ്ടോ? ഞാൻ എഴുതാതിരിക്കുക അല്ലെങ്കിൽ എഴുതുക എന്നത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം നിങ്ങൾക്ക് ആ മണിക്കൂറിൽ ലഭിക്കുന്ന ഉത്തരം എഴുതണം എന്നാണെങ്കിൽ പിന്നീട് നിങ്ങൾ ആ ഒരു തോന്നലിനും ആ ഒരു മണിക്കൂറിലും അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്കും ആ ഒരു ഉത്തരത്തിലേക്കും നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതത്തെ മുഴുവൻ ചേർത്ത് വയ്ക്കുക. മാത്രമല്ല, നമ്മളുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളുടെ അനുഭവങ്ങളെ, നമ്മളുടെ സ്വപ്നങ്ങളെ, നമ്മളുടെ ബാല്യകാലങ്ങളെ, നമ്മളുടെ ചിന്തകളെ ഒക്കെ നമ്മളുടേതായ ഭാഷയിൽ എഴുതിക്കൊണ്ടിരിക്കുക. അതാണ് റിൽക്കെ കൊടുക്കുന്ന ഒരു ഉപദേശം. ഞാനിത് പറയാൻ കാരണം, ടീച്ചറുടെ ഈ കവിതകൾ ആദ്യം തൊട്ടുള്ള ഈ അവസാനം വരെയുള്ള 43 കവിതകൾ വായിച്ചപ്പോൾ ഇതിൽ ഭൂരിഭാഗവും ഈ പറയുന്ന പോലെ ആത്മഭാഷണങ്ങളായിട്ടാണ്. എല്ലാ കവിതയെന്നല്ല, ഭൂരിഭാഗം കവിതകളും ഇതിലെ ആത്മഭാഷണങ്ങളായിട്ടാണ്. അപ്പൊ ഈ പറയുന്ന കവിതകൾ തന്നെ, ഇപ്പൊ ഇതിലൊരു തുടക്കത്തിലുള്ള ഒരു കവിതയിൽ പറയുന്നുണ്ട്, ശൈലജ ടീച്ചർ ആ കവിതയെ പറ്റിയിട്ട് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ടീച്ചറുടെ അവതാരികയില്. അവൾ എന്ന് പറയുന്ന കവിതയിൽ, എന്റെ മനസ്സിലെവിടെയോ കള്ളക്കണ്ണുമായി പമ്മിയിരിക്കുന്ന ഒരു കുട്ടിക്കുറുമ്പിയുണ്ട്. ഇത്തരത്തിൽ മനസ്സിലിരിക്കുന്ന ഒരാളോടുള്ള പറച്ചിലായിട്ട് രണ്ടോ മൂന്നോ കവിതകളിൽ ഇത് ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പം തുടർച്ചയായിട്ടുള്ള ആത്മഭാഷണങ്ങളായിട്ടാണ് ഇതിലെ കവിതകളൊക്കെ തോന്നിയത്. അത് തന്നെയാണ് റിൽക്കെ പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഉള്ളിലെ ബാല്യങ്ങളെ കൊണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ നിറമുണ്ടാക്കുന്നത് ബാല്യമാണ്. ഇതില് ഒരുപക്ഷെ ബാല്യത്തിലേക്കുള്ള പോക്കും ബാല്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഒരുപാട് കവിതകളിൽ വരുന്നുണ്ട്. അതിലെനിക്ക് 2-3 കവിതകളിൽ വന്നൊരു ഇമേജായിട്ട് തോന്നിയത് ഈ അപ്പൂപ്പൻ താടിയുടെ പറക്കം എന്നുള്ള, അപ്പൂപ്പൻ താടിയെ കുറിച്ചും അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ കുറിച്ചും ഒക്കെ. അപ്പൊ ഇത് നമ്മുടെ ഈ റിൽക്കെയുടെ ഇതിൽ പറയുന്ന പോലെ തന്നെ ആ ആത്മഭാഷണങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള തോന്നലുകളെയും സ്വപ്നങ്ങളെയും പകർത്തി വെക്കുകയാണ്. ഞാൻ ഇപ്പൊ ടീച്ചറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, 5 വർഷമായിട്ട് ടീച്ചർ സജീവമായിട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ ഇതിൽ 10 വർഷത്തോളം മുമ്പ് എഴുതി വച്ച വരികൾ, ഒരുപക്ഷെ എഴുതി വെക്കുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല എന്ന് ഉറപ്പുള്ളപ്പോഴാണ് ഒരു കവിത എഴുതുന്നത്. അപ്പോഴാണ് കവിത സൗന്ദര്യവത്താവുന്നത്. അതിലും അപ്പുറത്ത് നമ്മുടെ ഭാഷയിൽ തന്നെ, ഇതിൽ എവിടെയോ എഴുതി കണ്ടു, ഈ വൃത്തത്തിലല്ല, ഞാൻ ഗദ്യത്തിലാണ്. നമ്മൾ ഗദ്യത്തിലാണോ പദ്യത്തിലാണോ എഴുതുന്നത് എന്നുള്ളതല്ല, നമ്മുടെ എഴുതുന്നതിൽ മറ്റവന് അനുഭവം ഉണ്ടാക്കുന്ന, മറ്റവനെ ആസ്വാദ്യകരമാക്കുന്ന എന്തെങ്കിലും ഉണ്ടോ, രസാവഹമാക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അപ്പൊ അത് നമ്മുടെ തന്നെ മൗലികമായ ഭാഷയിൽ, അതിന് തുടർന്ന് റിൽക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ തന്നെ ഭാഷയിൽ, നിങ്ങളുടെ തന്നെ പരിസരത്തുള്ള ഒബ്ജക്റ്റുകളെ വെച്ച്, നിങ്ങളുടെ തന്നെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെ വെച്ച് നിങ്ങളുടെ ഭാഷയിൽ എഴുതുക. ഒരുപക്ഷെ ഈ പുസ്തകത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ടീച്ചറുടെ ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാണ്, ഇതിന്റെ ഒരു ക്രാഫ്റ്റോ അല്ലെങ്കിൽ കവിത പോകുന്ന വഴിയോ ഒന്നും നോക്കാൻ ഞാനല്ല അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ ആ ഒരു ക്രാഫ്റ്റിന്റെ സത്യസന്ധത ഈ പുസ്തകത്തിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. എഴുത്തുകാരനുമായ ശിവദാസ് പാലോട്, വിനോദ് കാറൽമണ്ണ, സരിത വിനോദ് കാറൽമണ്ണ, അതുപോലെ തന്നെ നമ്മുടെ ഈ പുസ്തകം എഴുതിയ എഴുത്തുകാരി വിദ്യ കാറൽമണ്ണ, മറ്റ്
സദസ്സിലെ സുഹൃത്തുക്കളെ, എൻ്റെ സുഹൃത്തും മികച്ച സംഘാടകനുമായ രാജേഷ് മാഷ് ഉൾപ്പെടെയുള്ള സഹോദരങ്ങളെ, ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇന്നിവിടെ വിദ്യാ കാർമണ്ണയുടെ പുസ്തകം പ്രകാശിതമാകുമ്പോൾ അവരാഗ്രഹിക്കുന്നത് എല്ലാവരെയും ഒന്ന് തൊട്ട് വണങ്ങലാണ്. അങ്ങനെ വണങ്ങുന്ന ഈ എഴുത്തുകാരി പുസ്തകം സമർപ്പിക്കുന്നതോ അച്ഛനമ്മമാരുടെയും ഗുരു കാരണവന്മാരുടെയും കൂടാതെ എൻ്റെ പ്രിയപ്പെട്ടവരുടെയും. ഞാൻ ആശിക്കുന്നത് ടീച്ചറുടെ പ്രിയപ്പെട്ട ഒരു വായനക്കാരനാകാനാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ബാലസാഹിത്യ രംഗത്താണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. എവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പലപ്പോഴും കഥകളും എഴുതി പോയിട്ടുണ്ട്. ബാലസാഹിത്യം പറഞ്ഞത് ഞാൻ ഈ വിദ്യാ ടീച്ചറുടെ ഗണത്തിൽപ്പെട്ട ഒരു അധ്യാപകനായതുകൊണ്ട് ഞാനൊരു 92 കാലത്താണ് അധ്യാപക വൃത്തിയിൽ പ്രവേശിച്ചത്. അങ്ങനെ 10-30 കൊല്ലം മുമ്പ് ഞാൻ വയനാട്ടിലെ ചുരമൊക്കെ കയറിയിട്ട് പാലക്കാട്ടിൽ നിന്ന് കടമ്പഴി പുറത്തുനിന്ന് ദൂരെയുള്ള ഒരു വിദ്യാലയത്തിൽ അധ്യാപകനായി പ്രവേശിച്ചപ്പോൾ പാഠഭാഗങ്ങളിലുള്ള വിരസത പലപ്പോഴും അകറ്റേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു കടമ അധ്യാപകനുണ്ട് എന്നുള്ളതിങ്ങനെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നുണ്ടായിരുന്നു. ഞാനൊരു UP വിദ്യാലയത്തിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. നമുക്കറിയാം 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പലപ്പോഴും ക്ലാസ്സിൽ നമ്മൾ സീരിയസ് ആയി പഠിപ്പിക്കുമ്പോൾ പോലും അടുത്തിരിക്കുന്ന കുട്ടിയെ ഒന്ന് നുള്ളുക അല്ലെങ്കിൽ അവനോടൊന്ന് തോണ്ടുക. ഹൈസ്കൂൾ തലത്തിലോ +2 തലത്തിലോ കാണുന്ന ഒരു സീരിയസ്നെസ് പഠനത്തിൽ പലപ്പോഴും UP ക്ലാസ്സിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ LP ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ അവരെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഈ കഥ പറയൽ എന്ന് പറയുന്ന ഒരു ടെക്നിക് ജീവിതത്തിൽ വളർത്തിയെടുത്തത്. അതിന് സഹായകമായത് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന കടമ്പഴിപ്പുറം ഗവൺമെന്റ് UP സ്കൂളിൽ അന്നത്തെ ഒരു 5ാം ക്ലാസ് വിദ്യാഭ്യാസം നേടിയ എൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ മനസ്സിൽ ഒരു അധ്യാപകനാകണമെന്നൊക്കെ ഒരു മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ തന്നൊരു റൂട്ടിലൂടെയാണ് ഞാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു തന്ന പല കഥകളും മനസ്സിലുണ്ടാവുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, പുസ്തകങ്ങളൊക്കെ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ ചില പുസ്തകങ്ങൾ സമൂഹത്തിൽ പെട്ടെന്ന് വായനക്കാരൻ അത് സ്വീകരിക്കുമെന്നുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ബാലസാഹിത്യം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ ക്ലാസ്സിൽ പങ്കിട്ടപ്പോൾ കഥ എഴുത്തിലൂടെയും കവിത എഴുത്തിലൂടെയും നമ്മൾ ഒരു എഴുത്തുകാരി ചെയ്യുന്ന ഏറ്റവും പരമമായ കാര്യം തൻ്റെ ജീവിതത്തെ തുറന്നെഴുതുക, അതിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ വിദ്യയുടെ കവിതകളിലൂടെയൊന്നും സഞ്ചരിക്കുന്നില്ല. നമുക്കറിയാം ബെന്യാമിന്റെ പുസ്തകം, അതുപോലെ തന്നെ KR മീരയുടെ പുസ്തകം, ഇതൊക്കെ അച്ചടിച്ച് 2 കൊല്ലം കൊണ്ട് തന്നെ 1,00,000 കോപ്പികൾ അച്ചടിക്കുകയും മലയാളികൾ വായിക്കപ്പെടുകയും ചെയ്യുന്നു. KR മീരയുടെ പുസ്തകം ആരാച്ചാറൊക്കെ 1 വർഷം കൊണ്ടാണ് 90,000 പ്രതികൾ മലയാളി വായിച്ചു തീർത്തത്. അപ്പോൾ അക്ഷരത്തെ സ്നേഹിക്കുന്ന വിദ്യ എന്ന് പറയുന്ന കവയിത്രിയുടെ ഒരു പുസ്തകം നാം വായനക്കാർ ഏറ്റെടുക്കുമ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന ചില അക്ഷരങ്ങൾ തീർത്ത വിരുന്നാണ് നമുക്ക് കിട്ടുന്നത്. വിരുന്ന് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, രുചിയേറിയ ഭക്ഷണത്തിന് അതിലൊരു ചേർച്ചയുണ്ട്. അപ്പോൾ രുചിയേറിയ ഒരു ഭക്ഷണത്തിന്റെ ചേർച്ച പോലെ തന്നെ വായനക്കാരന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അക്ഷരങ്ങളുടെ വിഭവസമൃദ്ധമായ ഒരു വിരുന്ന് തീർക്കാൻ
വിദ്യ എന്ന എഴുത്തുകാരിക്ക് ഈ പുസ്തകത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഞാൻ ബാലസാഹിത്യത്തിലേക്ക് ഇറങ്ങി വരാം. ഇങ്ങനെ എനിക്ക് തന്ന കഥകൾ കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ കഥ കുട്ടികളോട് പറയുക. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പന്നമായ ഒരു മനസ്സ് തീർത്ത അച്ഛന് അതിൽ നല്ലൊരു റോളുണ്ടായിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ധാരാളം സമ്പന്നമായ ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അത് തുറന്ന് എഴുതാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അത്തരത്തിലുള്ള മനോഹരമായ ഒരു പുസ്തകം, പേരുപോലെ തന്നെ പുനർജനി എന്ന് പറഞ്ഞാൽ വീണ്ടും 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 അത് ജനിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പുസ്തകത്തെ തലോടിക്കൊണ്ട് ഭാഗ്യവതിയായ വിദ്യ ടീച്ചറോട് ഈ പുസ്തകത്തെ തലോടിക്കൊണ്ട് ചില അക്ഷരങ്ങളാൽ വളരെയേറെ ആശംസിച്ചു വിട്ട മലയാളത്തിന്റെ മഹാനായ കവി വിദ്യാകാരൽ മണ്ണയുടെ പുനർജനി എന്ന കവിതാ സമാഹാരത്തിലെ എല്ലാ കവിതകളും ഞാൻ വായിച്ചു. ബാല്യത്തിൽ തിരിച്ചു നടക്കാനുള്ള ഒരു വെമ്പലാണ് ഈ കവിതകളുടെ വികാരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗൃഹാതുരത്വം തുളുമ്പുന്ന കവികളുടെ കൂട്ടത്തിൽ വിദ്യയ്ക്ക് സ്ഥാനമുണ്ട് എന്ന് അക്കിത്തം പറയുമ്പോൾ അതിനെ കുറച്ചുകൂടെ ചേർത്ത് നിർത്തി അവതരണത്തിലൂടെ, അവതാരിക എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ശൈലജ ടീച്ചറും വിദ്യാകാരൽ മണ്ണയെ ചേർത്ത് നിർത്തുകയാണ് ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഥകളും കവിതകളും അതുപോലെ തന്നെ ബാലസാഹിത്യവുമാണെങ്കിൽ അത് ജീവിതത്തിൽ ഒരുപാട് ചേർച്ചകൾ, പ്രത്യേകിച്ച് ക്ലാസ് റൂമുകളിലെ ഇതൊരുപാട് പ്രയോഗങ്ങളിലൂടെ അധ്യാപക വൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോ കുട്ടികളുടെ മനസ്സിൽ നിറയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ബാലസാഹിത്യ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊക്കെ ഈ മുത്തശ്ശി കഥകൾക്കും നാടോടി കഥകൾക്കൊക്കെ എന്തുകൊണ്ടാണ് അത്ര പ്രചാരം നേടിയെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ തന്നെ പറ്റും. എന്തുകൊണ്ടാണ് ഈ കഥകളിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഭാരതത്തിലെ കുട്ടികളുടെ കഥകൾ നോക്കുക. ആ പണ്ട് ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി ദിവസവും തമസാ നദി അല്ലെ, അറിയാലോ അല്ലെ, അതുപോലുള്ള നദിയില്, ഗംഗാ നദിയിലൊക്കെ ഇങ്ങനെ കുളിച്ച് വൃത്തിയായി പൂജ ചെയ്ത് ശംഖ് വിളിച്ച് മന്ത്രജപം ജപിച്ച് നടക്കുന്ന ഒരു സന്യാസിയുടെ കഥ. പച്ച പിടിച്ച പാടങ്ങള്, പർവ്വതനിരകള്, ഇതൊക്കെ നമുക്ക് ബാലസാഹിത്യത്തിൽ മുത്തശ്ശി കഥകളില്, നാടോടി കഥകളില് കാണാൻ കഴിയും. ഒടുവിൽ ഒരു നന്മയുടെ അംശവും ഉണ്ടാകും. അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാഠങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിയുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന വിരസഭാവങ്ങളെ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഒരു വരി നന്മ പറഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ നല്ലൊരു അധ്യാപകനാകാൻ അല്ലെങ്കിൽ ഒരു അധ്യാപികക്ക് ആകണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു തന്ത്രമാണ് ഒരു കഥ പറയലോ, കവിത ചൊല്ലലോ, നാടകാവതരണമോ, മിമിക്രിയോ, കവിതാലാപനോ, അങ്ങനെയൊക്കെ പറയാം. ധാരാളം കഴിവുള്ള ഒരാളായിരിക്കണം അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്നത്. തന്നെ നാളെ സമൂഹത്തെ നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാനുള്ള ഒരു അടിത്തറ ഉണ്ടാക്കാനാണ് അത് പറയുന്നത് എന്നുള്ളത് ഞങ്ങൾ അധ്യാപകർക്ക് തിരിച്ചറിയുന്നത് കൊണ്ടാകാം വിദ്യ ടീച്ചർ ബാല്യകാലത്ത് തുടങ്ങി ഈ നെല്ലായ വിദ്യാലയത്തിൽ ഓടിക്കളിച്ച ചെറുപ്പം, അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളെ ചേർത്തി, പ്രകൃതിയെ ചേർത്തി, നന്മകളെ ചേർത്തി, നാളേക്ക് എന്താണ് ഞാൻ സമൂഹത്തിന് കൊടുക്കേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവരുടെ തൂലികത്തുമ്പാൽ ചേർത്ത് വെച്ച കുറെ മനോഹരമായ കവിതകൾ പുനർജനി എന്ന പേരിൽ നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. ഇതില് കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, കഥകളും കവിതകളും മറ്റും കേട്ടിട്ടുണ്ടെങ്കിൽ, നന്മകളുടെ അംശം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ധാരാളം അംശങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. എനിക്കൊക്കെ പലപ്പോഴും ഈ നന്മയുടെ അംശം പറഞ്ഞു തന്നത് അച്ഛൻ കമ്പരാമായണത്തിലെ കഥകൾ പറഞ്ഞുകൊണ്ടാണ്. അധ്യാത്മരാമായണം ചെറിയ കുട്ടിയാകുമ്പോൾ വായിക്കുമ്പോൾ പലപ്പോഴും ശ്ലോകങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ അതോ കുറച്ചും കൂടെ ലളിതവൽക്കരിച്ച രാമായണമാണ് കമ്പരാമായണം എന്ന് അറിഞ്ഞതുകൊണ്ടാണോ രാമായണത്തിലെ കഥകൾ ഇടയ്ക്കിടെ പറഞ്ഞു തരുമായിരുന്നു? നമ്മുടെ മഹാകവി കുഞ്ചൻ നമ്പ്യാരാണ് പറഞ്ഞത് അല്ലേ, സമുദ്രമാണ് മഹാഭാരതം അല്ലെങ്കിൽ രാമായണം എന്നുള്ളത്, കഥകളുടെ സമുദ്രമാണ് എന്ന് പറഞ്ഞത് കുഞ്ചൻ നമ്പ്യാരാണ്.
അപ്പൊ പുരാണ കഥകൾ കുട്ടികൾ വായിക്കുമ്പോൾ പോലും അവരുടെ മനസ്സിൽ നന്മയുടെ അംശമാണ് ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുക. അവിടെയാണ് നമ്മൾ ബാലിയെയും രാമനെയും ചേർത്തി വായിക്കുന്നത് പലപ്പോഴും. ബാലി ദൈവമാണല്ലോ രാമൻ അമ്പെയ്തപ്പോ ഒളിയമ്പെയ്തപ്പോ ബാലി പറയുന്നത് അത് തിരിച്ചു വലിച്ച് നിനക്ക് ശാപമോക്ഷം ഞാൻ തരാം, വീണ്ടും ഞാൻ നിന്നെ പുനർജന്മത്തിന് തരട്ടെ, അല്ലെങ്കിൽ വീണ്ടും നീ കുരങ്ങുകളുടെ രാജാവായി വാഴാൻ ഈ ഭൂമിയിൽ നിന്നെ ബാക്കി നിർത്തട്ടെ എന്ന് പറഞ്ഞപ്പോ ബാലി പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയുന്നത്? അതൊരിക്കലും ചെയ്യരുത് ഭഗവാൻ. അങ്ങ് ദൈവത്തിന്റെ അംശമുള്ള ദൈവപുത്രനാണ്, അതുകൊണ്ട് തന്നെ അങ്ങ് അമ്പെയ്തത് ഒരിക്കലും തിരിച്ചു വലിക്കരുത്. തിരിച്ചു വലിച്ചാൽ മാലോകർ പിന്നീട് പറയുന്നത് വടുവാലി എന്ന് ആയിരിക്കാമെന്ന്. മുദ്ര കുത്തിപ്പോയാൽ കുരങ്ങനായിരുന്നെങ്കിലും ഒരു വാനരപ്പടയുടെ രാജാവായിരുന്ന ഞാൻ അങ്ങക്ക് പല നന്മകളും ചെയ്തു തീർത്ത എന്റെ സുഗ്രീവന്റെ ഏട്ടൻ പിന്നെ വടുവാലിയായിട്ട് ഒരിക്കലും ഭൂമിയിൽ ജീവിക്കില്ല എന്ന് പറയുന്ന ആ നന്മയുണ്ടല്ലോ. കുരങ്ങനാണ്, മൃഗമാണ്, അല്ലെ? അതൊക്കെ വേറെ വിഷയം. കുട്ടികളുടെ മനസ്സിൽ അത് ബാലി ഏത് രീതിയിലാണ് കുട്ടി വായിച്ചെടുക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ ഭഗവാനോട് ഒരു മൃഗതുല്യമായ രാജാവായ ബാലി പറയുന്നത് നന്മയുടെ പാതയിലൂടെ നടക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യരുത്, അരുത് എന്ന് പറയുന്ന രാമായണത്തിലെ ഉപകഥകളൊക്കെ കേട്ടുകൊണ്ടാണ് എന്റെ കുട്ടിക്കാലം ഞാൻ മനസ്സിൽ കഥകൾ നിറച്ചത്. അത്തരം കഥകൾ ഈ ധാരാളം കുട്ടികളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം കിട്ടി എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഥകളും കവിതകളും നമ്മോട് പറയുന്നത് സമൂഹത്തിലെ തിന്മകളോട് പൊരുതാനുള്ള ആയുധം കയ്യിലെടുക്കാണ്. നേരത്തെ പറഞ്ഞു സ്ത്രീ ആകുന്ന വിദ്യ എന്ന് പറയുന്ന കവയിത്രി അല്ലെങ്കിൽ എഴുത്തുകാരി സമൂഹത്തിൽ ആയുധമാക്കിയിട്ട് അല്ലെങ്കിൽ സ്വയം ആയുധമായി മാറിയിട്ട് സമൂഹത്തിൽ ഇവനെ നിവർന്നു നിൽക്കുമ്പോൾ എഴുത്ത് എന്ന് പറയുന്ന ആയുധത്തിലൂടെ ഞാൻ സമൂഹത്തിന് നന്മകളുടെ ഒരു വഴിയെ കാട്ടിയായിട്ട് ഇവിടെ നെല്ലായ സ്കൂളില് ഞാൻ ഇവിടെ നിലനിൽക്കുന്നു അധ്യാപികയായിട്ട് എന്നുള്ളതാണ്. അവരുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ കവിത എഴുതാൻ ഒരു പക്ഷേ അവരുടെ കുട്ടികൾ പ്രചോദനമായിട്ടുണ്ടാകാം, അവരുടെ കുടുംബത്തിലെ ആളുകൾ പങ്കാളികളായിട്ടുണ്ടാവാം, അവരുടെ കൂട്ടുകാരികൾ ബാല്യകാലത്ത് കണ്ട കൂട്ടുകാരുടെ നല്ലൊരു അംശം ഈ കവിതകളുടെ വരികളിൽ ഉണ്ടാകാം. എന്തായാലും ഇന്ന് ഇവിടെ ഈ പ്രകാശനം ചെയ്യപ്പെട്ട കൃതി നെല്ലായ പ്രദേശത്തെ എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ കാറൽമണ്ണ പ്രദേശത്തെ എല്ലാവരും ഈ കൃതിയെ നെഞ്ചോട് ചേർക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. മലയാള സാഹിത്യത്തിൽ ഏറ്റവും ഒടുവിലത്തെ കണ്ണി എന്ന് വിദ്യ ടീച്ചറെ പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യ ടീച്ചറുടെ മുമ്പിലിരിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് നന്മ പകർന്നുകൊണ്ടാണ് അവർ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. നാളെ വരും തലമുറ ടീച്ചറുടെ പുസ്തകം വായിച്ചിട്ട് ഒരു പക്ഷേ മാതൃകാപരമായ ഒരു ടീച്ചറെ ഏതൊരു കുട്ടിയും ആശിച്ചു പോവുക, ഞാൻ എന്റെ വിദ്യ ടീച്ചർ നടന്ന പാതയിലൂടെയാണ് നടക്കുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് റിട്ടയർ ചെയ്ത ചന്ദ്രിക ടീച്ചർ നന്നായി കവിത എഴുതുന്ന ആരോ പറഞ്ഞുവല്ലോ. ചന്ദ്രിക ടീച്ചറുടെ പുറകെ നടക്കാനാണ് പഠിപ്പിച്ച അല്ലെങ്കിൽ ഈ നാട്ടിലെ പ്രധാന സ്ഥാപനമായ ഇവിടെ ജോലി ചെയ്ത ചന്ദ്രിക ടീച്ചറുടെ പിന്നേ നടക്കാനാണ് വിദ്യ ടീച്ചർ ആഗ്രഹിച്ചത് എങ്കിൽ ഈ നെല്ലായ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരുപാട് കൊച്ചു നന്മകളുടെ വഴി ഏറ്റവും കൂടുതൽ മോഹിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാർ ഒരു പക്ഷേ നാളെ ആഗ്രഹിക്കും എന്ത്, ഞങ്ങൾക്കും വിദ്യ ടീച്ചറെ പോലെ ഒരു കവിയാകണം, അല്ലെങ്കിൽ എനിക്ക് ചന്ദ്രിക ടീച്ചർ ഇവിടുന്ന് റിട്ടയർ ചെയ്ത ചന്ദ്രിക ടീച്ചറെ പോലെ നല്ല വഴി വെട്ടിക്കൊടുക്കാനായി അടുത്ത തലമുറയ്ക്ക് ഒരു വഴി വെട്ടുക എന്നുവെച്ചാൽ വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന നന്മയാർന്ന ഒരു വെളിച്ചമാണ് ഈ സമൂഹത്തിന് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് അടുത്ത തലമുറയിലെ കുട്ടികളും ഒരു പക്ഷേ ആഗ്രഹിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന അടുത്ത തലമുറകൾക്ക് നമ്മൾ എന്താണ് നന്മ എന്ന് പറഞ്ഞു കൊടുക്കാതെ തന്നെ നല്ല നന്മകളുള്ള ഒരു 1000 പുസ്തകം അടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇത് വായിക്കുകയാണെങ്കിൽ 1000 നന്മകളുള്ള പുതുനാമ്പുകളെ സൃഷ്ടിക്കാൻ ഈ നെല്ലായ പ്രദേശത്ത്, കാറൽമണ്ണ പ്രദേശത്ത്, പാലക്കാട് ജില്ലയില്, കേരള സംസ്ഥാനത്തിൽ ഒക്കെ സാധ്യമാകുമെങ്കിൽ വിദ്യ ടീച്ചറെ ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഈ പുസ്തകം ആദ്യ പുസ്തകമാണ്.
ഇനി ഒരുപാട് കവിതകളുടെ സമാഹാരങ്ങൾ പുനർജനിയായി ടീച്ചറുടെ ജീവിതത്തിൽ ഒപ്പം നിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹം. ഈ എഴുപന്തല സ്കൂളിൽ മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ഒരു കവിയരങ്ങിന്. എൻ്റെ ഒപ്പം TTC ചെയ്ത എന്നെക്കാളും വളരെ ചെറിയ ആളാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പറയാം ചെറിയ കുട്ടി എന്ന് പറയാം. കുറേ പ്രായം കുറവായിരുന്നേക്കാൾ രവി. ഇപ്പം രവി വർക്ക് ചെയ്യുന്ന സ്കൂളാണ്. അപ്പം എനിക്ക് നല്ല സന്തോഷമുണ്ട് ഈ സ്കൂളിലേക്ക് വരാൻ. ഇതിലെ ആദ്യ കവിത കവിതയിൽ പറഞ്ഞ മാതിരി ഇതുപോലുള്ള ഓരോ കൂടിച്ചേരലിനും മാത്രകളുടെ ആയുസേ ഉള്ളൂ. കുറച്ചു നേരം നമുക്ക് തമ്മിലൊന്ന് കാണാം. വേറൊരു കവിതയിൽ പറയുന്നത് എല്ലാം നിയോഗമാണെന്ന് പറയുന്നത്. എന്തോ ഒരു നിയോഗം കൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തി വിദ്യയുടെ കവിതകളെ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒന്ന് ഓടിച്ച് പറയാത്ര പറ്റില്ല. നമ്മളങ്ങനെയല്ലേ, ഒരാളെ ആദ്യം പരിചയപ്പെടുമ്പോൾ എല്ലാം ആ ആളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ല. വേണമെങ്കിൽ അപ്പോഴത്തെ വേഷവിധാനമോ അല്ലെങ്കിൽ അപ്പം പറഞ്ഞ വാക്കുകളോ അതൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ടാവും. പിന്നെ പതുക്കെ പതുക്കെ അറിയുമ്പോഴാണ് നമ്മൾ ആ ആളെ പറ്റിയിട്ട് കൂടുതൽ അറിയുക. അപ്പം നിങ്ങൾക്ക് ഈ കവിതകൾ പരിചയപ്പെടണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പറയുന്ന വാക്കുകളേക്കാൾ നിങ്ങൾ പുസ്തകം നന്നായി വായിക്കുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു. വിദ്യ ഞങ്ങളുടെ അവിടെ വന്നിട്ട് ഇതിനൊരു പുസ്തകം വായിച്ചിട്ട് ഒരു അവതാരിക എഴുതണം. അപ്പം എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്? ഞാൻ അത്ര പ്രശസ്തയൊന്നുമല്ല, വളരെ കുറച്ച് എഴുതുള്ളൂ. അപ്പം ആ മാതൃക ഒരിക്കലും പിന്തുടരരുത് എന്ന് ഞാൻ വിദ്യയോട് ഇപ്പൊ തന്നെ പറയാണ്. ധാരാളം എഴുതണം, ധാരാളം എഴുതി. നേരത്തെ ഇവിടെ ആരാ പറഞ്ഞത്, ഇപ്പൊ കുട്ടികളൊക്കെ ധാരാളം എഴുതണം. അതെ, ഇപ്പൊ എഴുതാൻ പുസ്തകം പ്രസിദ്ധീകരിക്കാം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു. അയ്യോ, ഞാനിത് എഴുതി ആരെങ്കിലും വായിക്കുമോ? പേടിയാണ് അന്നൊക്കെ. ഇപ്പോൾ അതൊന്നുമില്ല. അനവധി അവസരങ്ങളാണ് കുട്ടികൾക്ക്. അധ്യാപകർ നല്ലോണം പ്രോത്സാഹിപ്പിക്കും, വീട്ടിൽ നിന്ന് നല്ല പ്രോത്സാഹനം കിട്ടും. കുട്ടികൾ ഇങ്ങനെ എഴുതല്ലേ. അപ്പോൾ വിദ്യയും ഏതാണ്ട് എന്താ പറയുക, കുറച്ച് വൈകിട്ടാണ് ഞാൻ പറയുകയാണെങ്കിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പക്ഷേ ഇനിയുള്ള കാലം ധാരാളം എഴുതണം, ധാരാളം പുസ്തകം പ്രസിദ്ധീകരിക്കണം. ഇപ്പൊ പിന്നെ കുറച്ച് പുസ്തകമൊക്കെ ആയിട്ട് അച്ചടിക്കാനുള്ള സൗകര്യം ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കോളൂ. ഒരിക്കലും നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയാം, എന്റെ മാതൃക പിന്തുടരരുത്, ധാരാളം എഴുതുക. ഈ വിദ്യയുടെ കവിതകളെ പറ്റി പറയുകയാണെങ്കിൽ 43 കവിതകളുണ്ടെന്നൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞതാണല്ലോ. ആ കവിതകളിൽ ആവർത്തിച്ച് വരുന്ന കുറച്ച് വാക്കുകളുണ്ട്. പ്രതീക്ഷ, സ്വപ്നം, കണ്ണുനീര്, സ്നേഹം. ഞാൻ വിചാരിച്ചു പ്രണയം ഉണ്ട് തോന്നുന്നു. ഇതെല്ലാം ചേർന്ന എന്തായി? നമ്മുടെ ജീവിതമായി. പ്രതീക്ഷയും മോഹങ്ങളും സ്വപ്നങ്ങളും പ്രണയവും സ്നേഹവും എല്ലാത്തിൻ്റെയും ഒരു മാല കോർക്കുകയാണെങ്കിൽ ഒരു നൂലുണ്ടാവുമല്ലോ, ആ നൂലായിട്ടുള്ള സ്നേഹവും ഒക്കെ ചേർന്ന ജീവിതമായി. ജീവിതം ആണ് ഒരു കവി അല്ലെങ്കിൽ ഒരു കവയിത്രി. ഇപ്പോൾ ഞങ്ങളൊക്കെ കവയിത്രി എന്ന് പറഞ്ഞിട്ടാണ് ശീലിച്ച്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം കവി തന്നെ പറയുമല്ലോ എല്ലാവരും. എന്താണ് ജെൻഡർ ഈക്വാളിറ്റി. എന്ത് ജെൻഡർ ഈക്വാളിറ്റി പറഞ്ഞാലും കുറച്ചൊക്കെ എന്താ പറയുക, ഈക്വാളിറ്റി കുറവ് തന്നെയാണ്. ഒരു സ്ത്രീക്ക് കവിത എഴുതാന്ന് പറയുമ്പോൾ കുറേ കടമ്പകൾ കടക്കാനുണ്ടെന്ന് എനിക്ക് തോന്നണം. എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ചിലപ്പോൾ എഴുതണം എന്ന് തോന്നുന്ന സമയത്ത് അവ അവിടെ അടുപ്പത്തെ എണ്ണ കായണത്. അപ്പം അവിടെ അങ്ങോട്ട് പോകാതെ നിർത്തിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സ്ത്രീകൾക്ക് കവിത എഴുതാൻ. എനിക്ക് പുരുഷന്മാരുടെ ഒക്കെ അസൂയാണ്. അവർക്ക് ഞാൻ പറയട്ടോ, അടുത്ത ജന്മം, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് ആ പൂമുഖത്ത് കാലുമിൽ കാര്യം എത്തിയിരുന്നിട്ട് പേപ്പർ വായിക്കുന്ന ഞാൻ പറയും. എന്നിട്ട് കാപ്പി കുടിച്ച് എഴുതാൻ തോന്നുമ്പോൾ എഴുതാം. നമുക്ക് ഇതിക്ക് പറ്റാറുണ്ടോ എനിക്കറിയില്ല. എഴുതാൻ തോന്നുന്ന സമയത്ത് എഴുതാൻ പറ്റുമോ? എനിക്ക് പറ്റാറില്ല കേട്ടോ.
ഒരു പക്ഷെ ഞാൻ അത്ര ജീനിയസ് അല്ല, എനിക്കാവാം. എന്താ വെച്ചാൽ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഉള്ളിൽ ഇങ്ങനെ കിടക്കും. എന്നെ അങ്ങനെയല്ല. എന്താ പറയാ, ക്ഷണപ്രഭാ ചഞ്ചലം എന്നില്ലേ, ഒരു ഇടിമിന്നൽ പോലെ ഒന്നിങ്ങനെ വരും, പിന്നെ അത് പോവും. അപ്പൊ വിദ്യയുടെ മനസ്സിൽ ആ ക്ഷണപ്രഭ എപ്പോഴും സ്ഥിരമായി ഇരിക്കട്ടെ, ചഞ്ചലമാവാതിരിക്കട്ടെ. ഇനി കവിതകളെ പറ്റി ഒന്നുകൂടി നമുക്ക് തുടങ്ങാം അല്ലെ. എല്ലാ കവിതകളെ പറ്റി നേരത്തെ പറഞ്ഞതുമാതിരി വിസ്തരിച്ച് പറയുക എന്നുള്ളത് ആവശ്യമില്ല. നിങ്ങളത് വായിക്കുക. പ്രത്യേകിച്ചും കവിതകൾ വായിക്കും തോറും ഞാൻ വായിക്കണ പോലെയല്ല നിങ്ങൾക്ക് പിന്നെ ഇവര് വായിക്കുക, ഇവര് വായിക്കണ പോലെയല്ല ഇവര് വായിക്കുക. എല്ലാവരുടെയും വായന ഒരേ അക്ഷരങ്ങളാണെങ്കിൽ പോലും ഓരോരുത്തരുടെയും വായനയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോ പുസ്തകം നമ്മളെ ഏകാന്തതയിൽ ഇരുന്ന് വായിക്കണം, എന്നാലേ അതിൻ്റെ ആന്തരാർത്ഥം ശരിക്കും അത് തന്നെ കവി ഉദ്ദേശിക്കുന്നതാണോ നമുക്ക് മനസ്സിലാവാൻ നമുക്കറിയില്ല. അത് സാരമില്ല, അത് അപ്രധാനം. നമുക്ക് എന്ത് തോന്നുന്നു ഒരു കവിത വായിച്ചിട്ട്, അതാണ് പ്രധാനം. ഗ്രഹണം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കാണ് ഗ്രഹണം. പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അടുത്തൊരു ചന്ദ്രഗ്രഹണം കഴിഞ്ഞല്ലേ, ഈ ഗ്രഹണത്തിന്റെ സമയത്ത് ആ ഭൂമിദേവിയുടെ മനസ്സിലത്തെ വേദന അത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. ഭൂമിദേവി സൂര്യനോട് കലഹിക്കുക, കഷ്ടം, നിനക്ക് ആ ചന്ദ്രന്റെ കുളിരല്ല ഇഷ്ടം, എന്നെ ആലോചിച്ചില്ലല്ലോ. പക്ഷെ ഭൂമിദേവി എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. അതുകൊണ്ട് ആരോടും പരിഭവിക്കില്ല ഭൂമിദേവി. ആദ്യത്തെ ആ ഗ്രഹണം എന്നുള്ള കവിതയില് നമ്മൾ വിചാരിക്കാതെ ആ ചന്ദ്രൻ പിന്നെ ഭൂമി സൂര്യൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ കണ്ണില് ജീവനില്ലാത്ത വസ്തുക്കളാണ്. പക്ഷെ അതുപോലും കവയിത്രിയുടെ മനസ്സില് മനുഷ്യ സഹജമായ വികാര വിചാരങ്ങൾ ഉള്ളവയായിട്ട് അനുഭവപ്പെടുക. ആ നീറ്റലും ആവർത്തിച്ചു വരുന്ന ഒരു വാക്കാട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വാക്കുകളൊക്കെ ചേർന്നാൽ ജീവിതമായി. സ്വപ്നങ്ങളും പ്രതീക്ഷയും നീറ്റലും മോഹങ്ങളും പ്രണയവും സ്നേഹവും ഒക്കെ ചേർന്ന്. അപ്പൊ നീറ്റൽ എന്നാണ് അടുത്ത കവിത. ജീവിതത്തിലെ ഓരോ നിയോഗങ്ങൾ. ഞാനിവിടെ വന്നു നിന്നത് ഒരു നിയോഗമാണ്. വളരെ അത്ഭുതം തന്നെയാണ്. എനിക്കിപ്പോഴും ആ അത്ഭുതം തീരുന്നില്ല. അപ്പൊ ഹരിയെ വിളിച്ചതൊക്കെ ഒട്ടും അത്ഭുതമില്ല. ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഭാഗ്യം തന്നെ. എല്ലാവരും കാണാനിങ്ങനെ കാത്തു നിൽക്കും. എന്നെ എന്തുകൊണ്ടാണ് ഈ കുട്ടി വിളിച്ചതെന്ന് ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു പോയി ശരിക്കും. അപ്പൊ എന്താണ് നീറ്റല്? നിലാവിലെവിടെയോ കളഞ്ഞുപോയ സ്വപ്നങ്ങളെ കുറിച്ചാണ് നീറ്റല്. ആ ഓർമ്മകള്, നിലാവിലെവിടെയോ കളഞ്ഞുപോയ സ്വപ്നങ്ങൾ. എന്ത് സാധനം കളഞ്ഞു പോയാൽ നമുക്കൊരു വിഷമല്ലേ? ചെറിയൊരു സാധനമല്ല, ഒരാൾക്ക് കൊടുത്ത സാധനമില്ല, പക്ഷെ കളഞ്ഞാൽ അതിങ്ങനെ മനസ്സിലായി അത് കൊഴിയിലോ വിചാരിക്കും. അതുപോലെ നിലാവിൽ കളഞ്ഞു പോയത് എന്താ? സ്വപ്നങ്ങളാണ്. അപ്പൊ അതിന്റെ നീറ്റൽ കുറച്ച് കട്ടിയുള്ളൂ. ആ നീറ്റലിനെ പറ്റിയാണ് അടുത്ത കവിത. പിന്നെ ആവർത്തിച്ചു വരുന്ന ആ ബാല്യസ്മരണകൾ. ഓണം, നേർത്ത കസവുമുണ്ട്. പണ്ടൊക്കെ ഓണത്തിന് കസവുമുണ്ട് കൊടുക്കും. ഇപ്പൊ കസവുമുണ്ട് ആർക്കും വേണ്ട. എന്നാലും ഫാഷനായിട്ട് ചുറ്റും തോന്നുന്നു കുട്ടികൾ ചിലവരൊക്കെ. എന്തായാലും വലിയ പ്രസക്തി ഇല്ലാതായി പോയി കസവുമുണ്ടിന്. പണ്ടൊന്നും അതല്ല. കസവുമുണ്ട് ഓണത്തിന് വലിയ പ്രധാനം. കസവുമുണ്ടും പിന്നെ ഓണനിലാവും പൂപ്പൊലിപ്പാട്ടൊന്നും ഇപ്പൊ കേൾക്കാനേ ഇല്ലല്ലോ എവിടെയും. കുറെ കാലം മുമ്പ് വരെ ആ പാഞ്ഞാൾപ്പാടത്തൊക്കെ ധാരാളം കേട്ടിരുന്നു. ഓണത്തിന്റെ പൂവേപൊലി നുറക്കെ എല്ലാവരും കൂടി പാടി നടക്കുന്നത്. അതൊക്കെ വെറും ഓർമ്മയായി. വാസ്തവത്തിൽ ആ ഓർമ്മകൾക്ക് വിദ്യ എഴുതിയത് മാതിരി ഒരു നീറ്റലുണ്ട്. ആ ഓണത്തിന്റെ മധുര സ്മരണ ഒരു നീറ്റലായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഓണം ഇനി വരില്ലേ എന്ന് വിദ്യ. ഓണം കഴിഞ്ഞോ? ഇല്ല. ഓണം എങ്ങനെ കഴിയുക? ഓണം കഴിയില്ല. അതിൻ്റെ കെട്ടും മട്ടും ഒക്കെ മാറും. പക്ഷേ ആ ഓണം എന്നുള്ള ആ ഒരു മധുര ഉത്സവം, മധുരമായിട്ടുള്ള ഉത്സവം, അത് തീർച്ചയായിട്ടും അവസാനിക്കില്ല. തുടർന്നുകൊണ്ടേ ഇരിക്കണ്ടേ? നമ്മുടെ അടുത്ത തലമുറയ്ക്കും വേണ്ടേ ഓർക്കാൻ?
ആ ഞങ്ങളുടെ ഓണം എന്ത് രസമായിരുന്നു, നമ്മളെ ആഘോഷിച്ച ഓണാവില്ല അവരാഘോഷിക്കുക, എങ്കിലും അവർക്കത് രസമാവും. എന്താ കാരണം? അവരുടെ കുട്ടിക്കാലം എന്നുള്ളത് മുതിർന്നാല് ഓർത്ത് ഓമനിക്കാനുള്ള കുറച്ച് കാലമാണ്. വേദനകൾ ഉണ്ടാവും, പക്ഷേ ആ വേദനകൾ പോലും മധുരിക്കും. നമുക്ക് പ്രായമായാലും കുട്ടിക്കാലത്തിന്റെ ആ മധുരിക്കുന്ന ഓർമ്മയായിട്ട് ഓണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഇനി എന്താ നീ അറിയാത്തതെന്നാ കവിത. നീ അറിയാത്തത് എന്താ? എല്ലാം ചെതറി കിടക്കുക. എന്ത് ഓർമ്മകള്, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ. എന്നിട്ട് അത് എന്ത് വേണം? അതൊക്കെ തെരഞ്ഞെടുക്കണം. ചെതറി കിടക്കണതൊക്കെ കൂട്ടിയെടുക്കണം. എന്നിട്ട് എന്ത് വേണം? പക്ഷേ നീ പോയ വഴിയിൽ കൂടെ പറഞ്ഞു വിടണം. എടുത്തിട്ട് ഇപ്പൊ അത് കളയുക വേണ്ടത്. എന്താ കാരണം? നീ പോയ വഴിയിൽ കൂടെ പറഞ്ഞു വിടണം. നീ ചോദിക്കും, എന്താ ചോദിക്കുക? എന്താ എന്നെ സ്വതന്ത്രനാക്കാത്തത് ഇനിയും? അങ്ങനെ സ്വതന്ത്രനാക്കാൻ പറ്റുമോ? ഒരാളെ പരിചയപ്പെട്ട് അയാളെ ഇഷ്ടപ്പെട്ട്, വളരെ പുരുഷൻ സ്ത്രീ എന്ന വ്യത്യാസമില്ല, ആണായാലും പെണ്ണായാലും നമ്മള് വളരെ ഇഷ്ടപ്പെട്ട് പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങ് തിരിച്ചു പോകും. ഒരിക്കലും പിന്നെ ഒരു ബന്ധമില്ലാതെ അത് പറ്റുമോ? പറ്റില്ല. നമുക്ക് ആ പഴയ ഓർമ്മകളിലേക്ക് നമുക്ക് തിരിച്ചു നടക്കണം. അതാണ് നീ പോയ വഴിയിലൂടെ പറഞ്ഞു വിടും. ചോദിക്കേ എന്ത് എന്റെ പിന്നാലെ എപ്പോഴും വരണേ എന്ത് ചോദിച്ചാലും അവൾക്കറിയാം തിരിച്ചു വരും. അവളുടെ അടുത്തേക്ക് ആ ഓർമ്മകളിലൂടെ അയാൾ അല്ലെങ്കിൽ അവൾ തിരിച്ചു വരും. അയാളോ അവളോ എന്നുള്ളത് നമ്മുടെ വായനയ്ക്ക്, നമ്മുടെ മനസ്സിന് തീർച്ചയായിട്ടും. ഇനി അപൂർണമായിട്ടുള്ളൊരു കവിത കേട്ടോ. എന്താ പറയണത്? വിദ്യ. എന്റെ വരികൾ എന്നും അപൂർണം, മുഴുവനാക്കാൻ പറ്റില്ല എനിക്ക്. വാക്കുകൾ ഇങ്ങനെ കൂട്ടി വെക്കുക, എന്നിട്ട് അതുകൊണ്ട് ഒരു മാല ഉണ്ടാക്കുക. മുഴുവനാക്കാൻ പറ്റില്ല ആ മാല. പക്ഷേ ആ മാല എന്തിന്റെ മാലയാ? എന്റെ സ്വപ്നങ്ങളെ കൊണ്ടുള്ള മാലയാ. അതാണ് വിദ്യ പറയണത്. അക്ഷരങ്ങളുടെ ആ മണികളൊക്കെ എന്താ? അക്ഷരങ്ങളാ. അക്ഷരങ്ങൾ അവസാനിക്കില്ലല്ലോ. അപ്പൊ ഈ അക്ഷരങ്ങൾ അവസാനിക്കാത്തത് കാരണം എന്റെ മാല കോർക്കലും കഴിയരുത്. വിദ്യയുടെ മാല കോർക്കല് ഒരിക്കലും കഴിയരുത്. അത് നമ്മുടെ മനസ്സിന്, നമ്മുടെ കൈകൾക്ക്, നമ്മുടെ ഓർമ്മയ്ക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ മാല കോർക്കല് വിദ്യ തുടർന്നുകൊണ്ടേയിരിക്കണം. അടുത്ത കവിത പറയാൻ മറന്നതാ. പറയാൻ മറന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക്. ഇനി ഞാൻ യാത്ര ചെയ്യുമ്പോഴാവും ഓർമ്മിക്കുക, അയ്യോ ഞാൻ അവിടെ ഇന്ന കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നതാണല്ലോ, കഷ്ടട്ടോ അത് പറഞ്ഞില്ല എന്ന് വിചാരിക്കും. ചിലത് പറയാൻ പറ്റില്ല. പറയണമെന്നുണ്ടെങ്കിലും എല്ലാവരുടെ മുമ്പിൽ വെച്ചും പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. ചിലത് പറഞ്ഞാൽ ചിലവർക്ക് വിഷമാവും. എല്ലാ കാര്യവും നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയില്ല. അപ്പോഴോ പറയാതിരുന്ന നമ്മുടെ മനസ്സിൽ അതൊരു വിങ്ങലാവും. പറയണമെന്ന് വിചാരിച്ചിട്ട് പറയാൻ സൗകര്യമുണ്ടായിട്ട് പറയാൻ കഴിയാതെ പോയാൽ നമ്മളുടെ മനസ്സിൽ അതൊരു വിങ്ങലായി തീരും. ആ വിങ്ങലില് ആരോടാണോ പറയണമെന്ന് വിചാരിച്ചത് അയാളുടെ മുഖം ഇങ്ങനെ ഒരു തീജ്വാല പോലെ, അതായത് പ്രഭാപൂർണമായിട്ട് അയാളുടെ മുഖം ഇങ്ങനെ നമ്മുടെ മുന്നിൽ കാണും. ഇനി ഇതില് ഓരോന്നും എടുത്തു പറയാതെ അഹല്യയുടെ കഥ അല്ലെ, ശിലാജന്മം, നമ്മളെ രാമായണത്തിലെ വളരെ നമ്മളെ സ്വാധീനിച്ച ഒരു കഥയാണല്ലോ അഹല്യ. വാസ്തവത്തിൽ വാൽമീകി രാമായണത്തില് അങ്ങനെ ഒരു കഥയില്ല. ഈ വാൽമീകി പറഞ്ഞ രാമായണത്തില് ഈ അഹല്യ കല്ലാവലൊന്നുമില്ല. അഹല്യയും ദേവേന്ദ്രനും അത് കണ്ടു ഗൗതമ മഹർഷി. എന്നിട്ട് ഗൗതമ മഹർഷി പറഞ്ഞു, നിന്റെ മനസ്സ് പരിശുദ്ധമാവട്ടെ, അപ്പോഴേ ഞാൻ വരൂ എന്നിട്ടാണ് പോയി. അങ്ങനെ ഉണ്ടായത്. അപ്പൊ അഹല്യക്കും വിഷമായി. ഒരു പക്ഷെ മനസ്സിന്റെ അപ്പോഴത്തെ ഒരു ചാഞ്ചല്യാവും. അപ്പൊ അഹല്യ അവിടെ നിന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. തപസ് ചെയ്ത് അഹല്യയുടെ ശരീരം ഇങ്ങനെ പ്രഭാപൂർണായി തേജസ്വിനിയായി മാറി അഹല്യ.
ഈ വിശ്വാമിത്രനും ശ്രീരാമനും ലക്ഷ്മണനും പിന്നെ സ്വയംവരത്തിന് പോകുമ്പോൾ ഗൗതമാശ്രമത്തിന്റെ അവിടെ എത്തിയപ്പോൾ അകലേന്ന് തന്നെ ഒരു തേജസ് കാണുകയാണ്. അപ്പോ ആരാ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ശ്രീരാമൻ. അപ്പോഴാണ് പറയണത്, ഇവിടെ ഗൗതമ മഹർഷിയുടെ പത്നിയായിട്ടുള്ള അഹല്യാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് ഇവര് 3 പേരും അങ്ങോട്ട് നമസ്കരിക്കുക ചെയ്തത്, അല്ലാതെ ചവിട്ടിയൊന്നുമില്ല. ഈ ചവിട്ടലൊക്കെ അധ്യാത്മരാമായണം, സംസ്കൃതത്തില് അധ്യാത്മരാമായണം എഴുതിയിട്ടുള്ള കവിയുടെ പേര് നമുക്കറിയില്ല. ആ കവിയുടെ ഭാവനയം അതാണ് എഴുത്തച്ഛൻ നമുക്ക് മലയാളത്തിലാക്കി തന്നത്. വാസ്തവത്തിൽ കഥ അങ്ങനെയല്ല, കല്ലായി കിടന്നിട്ടില്ല. പക്ഷെ നല്ലൊരു ഭാവനയാണത്. അഹല്യ കല്ലായി കിടന്നു, ശ്രീരാമന്റെ വരവും കാത്തിട്ട്. കല്ലായി കിടന്നു എന്ന് പറഞ്ഞാൽ മനസ്സ് കല്ലുപോലെയായി എന്ന് പറയാലോ. അപ്പൊ കല്ലായി എന്ന് തന്നെ അർത്ഥം, അത്രേ ഉള്ളൂ. അല്ലാതെ വെറും ഒരു കല്ലിന്റെ കഷ്ണമായി അത് ശ്രീരാമൻ വന്ന് ചവിട്ടിയപ്പോൾ ജീവൻ വെച്ചു എന്നുള്ളതല്ല അത് കഥ. വാൽമീകി രാമായണത്തിൽ അങ്ങനെയല്ല. അപ്പൊ എന്തായാലും നമ്മുടെ മനസ്സിലത്തെ ഒരു മിത്ത്, ഒരു ഭാവന, ആ അഹല്യയെ എത്ര കവികള് അഹല്യയെ പറ്റി പാടിയിട്ടുണ്ടാവും. ഇതാ നമ്മുടെ വിദ്യയും അഹല്യയെ പറ്റി പാടി. അതുമാതിരി അരിഞ്ഞു ഭയങ്കര ഒരു സ്ത്രീയോട് ചെയ്യാവുന്ന രീതിയല്ലേ ഏറ്റവും വലിയ. ആ ശൂർപ്പണൊക്കെ പറയാണ്, എന്റെ ദുഃഖങ്ങള് നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവിടെ, എവിടെ, അയോധ്യയില്, ആ പിന്നെ ഊർമിളക്കി ഇരിക്കട്ടെ. എന്റെ കണ്ണീരിങ്ങനെ വീഴും, ചുട്ട കണ്ണുനീര്. ആ കണ്ണുനീരും ആ ഭഗ, സങ്കടം, അപമാനം, ആ സ്ത്രീത്വത്തിന്റെ വേദന, ആ ശൂർപ്പണഖയുടെ. നമ്മള് വാസ്തവത്തില് രാക്ഷസിക്ക് അങ്ങനെ പറ്റിയല്ലോ. കുട്ടിക്കാലത്ത് അതൊക്കെ കേട്ട സന്തോഷമാണ്. പക്ഷെ പ്രായമായിട്ട് ആലോചിക്കുമ്പോഴാണ് കറക്റ്റായിട്ടോ ലക്ഷ്മണൻ ചെയ്തതെന്ന് തോന്നുന്നു. ആദ്യ കവിതാ സമാഹാരമായ പുനർജനി പ്രകാശിതമാകുന്ന ഈ വേളയിൽ എൻ്റെ പ്രിയ ശിഷ്യ കൂടിയായ വിദ്യയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടെ അർപ്പിക്കുകയാണ്. കൂടാതെ വായനക്കാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ധാരാളം കഥകളും കൃതികളും കവിതകളും എഴുതി ഇത്തരം കൃതികൾ ഇനിയും എഴുതുവാനും പുസ്തക രൂപത്തിലാക്കാനും വിദ്യയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി. ഈ വിദ്യാലയത്തിൽ തന്നെ പഠിച്ചു വളർന്ന വിദ്യ ടീച്ചർ ഇന്ന് നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ടീച്ചറുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ കവിതയിലൂടെ ടീച്ചർ ഈ പുനർജനി എന്ന കവിതാ സമാഹാരത്തോടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അക്ഷരത്തിന്റെ ലോകത്തേക്ക്, അതുപോലെ തന്നെ വായനയുടെയും മറ്റു ലോകത്തേക്ക് വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടീച്ചറുടെ ഈ പുനർജനി എന്ന ഈ കഥാസമാഹാരം ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തുടർന്നുള്ള ജീവിതം ടീച്ചർ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് PTA-യുടെയും എൻ്റെ സ്വന്തം പേരിലും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എഴുത്തിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും സവിസ്തരം പറയുകയുണ്ടായി. ഞാൻ അതിൽ നിന്ന് മാറി 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഞാൻ ഈ വിദ്യാലയത്തിൽ വന്ന സമയത്ത് വിദ്യ 6ാം ക്ലാസ്സിലായിരുന്ന സമയമാണെന്ന് എൻ്റെ ഓർമ്മ. വിദ്യ ഈ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഒരു എഴുത്ത് മത്സരത്തിൽ, കലോത്സവത്തിൽ കഥയ്ക്ക് സമ്മാനം കിട്ടിയ സമയത്ത് ആ കഥ ഫസ്റ്റ് കിട്ടിയിട്ട് അന്ന് ആ സന്തോഷത്തിൽ ഞാനൊരു പറഞ്ഞ് നമുക്കതൊന്ന് പ്രസിദ്ധീകരിക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ട ഒരു പ്രചോദനം ഞാനന്ന് കൊടുത്തു. അത് പ്രസിദ്ധീകരിച്ചു വന്നു. അത് സർവീസിൽ വന്ന ആ സമയത്ത് എനിക്ക് തോന്നിയ, ഞാൻ ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യം ചെയ്യുന്ന മട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ചെയ്തു. അത് വിദ്യയ്ക്കൊരു പ്രചോദനമായി മാറി. ഇന്നും ആ ടീച്ചറുടെ മനസ്സിൽ അത് നിൽക്കുന്നുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക്
എൻ്റെ മനസ്സിലും എന്നും ഞാനത് ഓർക്കും. അത് ഒരു പക്ഷേ വിദ്യയ്ക്കൊരു പ്രയത്നൊരു പ്രചോദനമായി മാറിയിട്ടുണ്ടാവാം എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇവിടെ എഴുത്തിനെ കുറിച്ച് ഇപ്പോൾ ശൈലജ ടീച്ചർ കുറേ കാര്യങ്ങൾ പറയണ്ടായി. നമുക്കറിയാം, ഓരോ കവിതയെ കുറിച്ച് പരാമർശിക്കും, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഇത് വായിച്ചെടുത്തപ്പോൾ എനിക്കിതിൽ ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ളത്, എൻ്റെ മനസ്സിനെ പെട്ടെന്ന് പിടിച്ചു നിർത്തിയ ഒരു കവിത എന്ന് പറയുന്നത് പുനർജനി എന്ന് പറയുന്ന ഒരു കവിതയാണ് എനിക്ക് തോന്നിയത്. ഇനി ഞാൻ കൂടുതൽ അതിലേക്ക് ആഴത്തിലേക്കൊന്നും പോയിട്ടില്ല, ആഴത്തിലേക്ക് വരുന്നേ ഉള്ളൂ. പിന്നെ ഒരു എഴുത്തുകാരി എങ്ങനെയാണ് ഒരു എഴുത്തുകാരി ഇതൊക്കെ മനസ്സിലിട്ടിട്ട് ഇത് എഴുത്ത് ഒരു പുസ്തകമാക്കി മാറ്റി എന്ന് പറയുമ്പോൾ അത് വിദ്യയുടെ കഴിവാണ്. പക്ഷേ എങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഇവിടെ പലരും പറയണ്ടായി. അതായത് ടീച്ചർ പറഞ്ഞു, എഴുതാൻ തോന്നുന്ന സമയത്ത് എണ്ണ അടുപ്പത്താണ് എന്നൊരു കാര്യം സൂചിപ്പിക്കേണ്ടായി. എന്നാൽ ടീച്ചർ പറഞ്ഞത് വളരെ വാസ്തവമായൊരു കാര്യമാണ്. പക്ഷേ ആ എണ്ണ അടുപ്പത്തിരുന്ന എണ്ണയെ അതിന് ഒരു പ്രചോദനം നൽകിയ ഒരു വ്യക്തി ഇതിന്റെ പിന്നിലുണ്ട്. അതായത് വിദ്യയുടെ ഭർത്താവായ പരമേശ്വരൻ മാഷെ ഞാൻ പ്രത്യേകം ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം വിദ്യക്ക് ഇത്തരം ഒരു ഉയർച്ചയിലേക്ക് വിദ്യ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മാഷ് തന്നെയാണ്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അപ്പോ നമ്മുടെ ആ ഒരു ഇതിൽ ലിംഗസമത്വത്തിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ ഇവിടെ പലരും പരാമർശിക്കുകയുണ്ടായി. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ വിദ്യയുടെ വളർച്ചയ്ക്ക് വളരെ പ്രചോദനം നൽകിയ ഒരു വ്യക്തിയാണ് മാഷെയാണ് ഈ വേദിയിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നത്. ഇനി കൂടുതലൊന്നും ആ കാര്യത്തിനെ കുറിച്ച് പറയുന്നില്ല. നമുക്ക് ഈ പിന്നെ ഒരു വിദ്യാ കാറൽ മണ്ണ എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് അത് കാറൽ മണ്ണയ്ക്ക് ആ ഒരു അത് പോയത് അത്ര ശരിയായില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചു, നമ്മുടെ പരിസരവുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നില് ഈ വിദ്യാലയത്തിന്റെ ഒരു മണ്ണുണ്ട്, ഒരു മനസ്സുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. എന്നിരുന്നാലും ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് വിദ്യയ്ക്ക് ഉയരാൻ കഴിയട്ടെ, വലിയൊരു എഴുത്തുകാരിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടി ഇവിടെ വേദിയിലും അതുപോലെ സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇവിടെ ഞാൻ എന്ത് പറയണമെന്നറിയില്ല. കാരണം വെച്ചാൽ വിദ്യയുടെ കവിതകൾ ചിലപ്പോൾ ഞാനായിരിക്കും ഏറ്റവും ആ കവിതകൾ മുഴുവൻ വായിച്ചിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു. എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, പക്ഷേ എനിക്കങ്ങനെ വായിക്കേണ്ടി വന്നതാണ് സത്യം പറഞ്ഞു. കാരണം ആ ചിത്രത്തിൻ്റെ ആ ഉൾക്കാഴ്ചയിലേക്ക് കിടക്കാനുള്ള ഒരു ശ്രമം നടത്തിയതാണ്. അപ്പം ആ നിലയ്ക്ക് അതെനിക്ക് കൂടുതൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ അങ്ങനെ ഉണ്ടാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ക്രിയേഷനെ കൂടി അത് ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ കവിതകൾക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളായാലും സങ്കല്പങ്ങളായാലും അതേമാതിരി ഈ നമ്മളെ എന്താണ് പറയേണ്ടത്, ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഗതികൾ, അതേമാതിരി പ്രതീക്ഷകൾ, ഇതൊക്കെ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ കവിതകൾക്കാണ് കൂടുതലും എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഇമേജസ്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളുടെ സന്തോഷമാവും, അതുപോലെ ചില സമയത്ത് നമുക്കുണ്ടായ ചില വേദനകളാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനുഭവം, ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു സൃഷ്ടിയുടെയും ഏതൊരു ക്രിയേഷൻ്റെയും അടിസ്ഥാനം അവൻ്റെ ആ ഒരു ഫീലിംഗ് ആണ്, ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ ആ അനുഭവം എന്നുള്ള ഒരു അവസ്ഥയെ കൂടെ തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ സംഗതികളും ഉണ്ടായി വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഓരോ കവിതകളും ഒരു നല്ല അനുഭവമായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. വിദ്യയുടെ ഓരോ കവിതകളും ഓരോ തരത്തിലും ഒരു നല്ല അനുഭവമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. അത് വായിക്കും തോറുമാണ് അതിൻ്റെ ഒരു കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ സമയമൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയ പരിമിതമായ സമയത്ത് അതിനെ കൂടുതൽ വായിക്കാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വളരെ നല്ല ഒരു കവിതയുടെ ഒരു അവസ്ഥ തന്നെയാണ്. ഇനി തുടർന്നും വിദ്യ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ, കൂടുതൽ ഉന്നതിയിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു. ഈ പേരുകളും മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ ഇതിൻ്റെ പ്രകാശനം നടത്തിയ വീട്ടുകാരന്മാരാണ്. അതുപോലെ ഇപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിച്ച ഗീത ടീച്ചർ, അതേപോലെ ശൈലജ ടീച്ചർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ മറ്റ് സുഹൃത്തുക്കൾ, ഇവരെ എല്ലാവരെയും ഞാൻ ഈ ഒരു സന്തോഷം അറിയിക്കുകയാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു പുസ്തകത്തിന് എനിക്ക് അതിൽ ചെറിയ രീതിയിൽ ഇടപെടാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. കാരണം അത് ഇത്തരത്തിലുള്ള വർക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് അത് ഈ വർക്ക് ചെയ്യുന്ന ആൾക്ക് തന്നെയാണ്. എന്താ വെച്ചാൽ അത് പരസ്പരം ഷെയർ ചെയ്യണം. ഒരു കവിത എഴുതിച്ച ആ കവിതയെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടായി വരും. ആ ചിന്തകൾ യഥാർത്ഥത്തിൽ നമ്മളുടെ കൂടി ക്രിയേഷനെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഒരു വലിയൊരു അനുഭവം ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടി. അതിൽ പ്രത്യേകിച്ച് ഞാൻ വിദ്യയോട് നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ട് ഈ പരിപാടിക്ക് എനിക്ക് ഇങ്ങനൊരു അവസരം ഇവിടെ ഉണ്ടായി കിട്ടിയതിൽ ഞാൻ എല്ലാവരോടും, ഈ സ്കൂളിലെ എല്ലാ അംഗങ്ങളോടും, അതുപോലെ നാട്ടുകാരോടും മറ്റ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സ്നേഹത്തോടെ, വളരെ എളിമയോടെ, ആത്മാർത്ഥതയോടെ, ഒരു ടെൻഷനും കൂടാതെ തൻ്റെ എഴുത്തിനെ സ്വയം പുഷ്ടിപ്പെടുത്തുകയും അതുപോലെ തന്നെ അതിനെ വളരെ അടുത്ത കാലം വരെ ഏറ്റവും ഗോപ്യമായി അടച്ചു വയ്ക്കുകയും ചെയ്തു. ഇന്ന് നമ്മളുടെ മുന്നിൽ പുനർജനി എന്ന് പറയുന്ന കവിതാ സമാഹാരവുമായി എത്തിയ വിദ്യ ടീച്ചറുടെ ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ വലിയ ഒരു ചടങ്ങിലാണ് നാം ഇപ്പോൾ. ഞാൻ നേരത്തെ അത് പറയാനുള്ള കാരണം, ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കവിത എന്ന് പറയുന്നതിൽ നേരത്തെ BK അത് സൂചിപ്പിച്ചു, കവിതയുടെ ക്രാഫ്റ്റിനെ പറ്റിയിട്ടോ എങ്ങനെ കവിതയാക്കണം എന്നുള്ള ചിന്തയോ ഒന്നും കൂടാതെ തന്നെ പി രാമൻ മാഷ് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള പോലെ, പല കവിതാ ക്യാമ്പുകളിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ, കുട്ടികളെ പോലെ എഴുതുക. മനസ്സിൽ ഒരു തരത്തിലുള്ള കലുഷ്യവും ഒരു തരത്തിലുള്ള അധിഭാവനയോ ഇല്ലാതെ തന്റെ മനസ്സിലുള്ളത് അത്രയും നിഷ്കളങ്കമായി എഴുതുക, സത്യസന്ധമായി എഴുതുക എന്നുള്ളത് തന്നെയാണ് പുനർജനിയിലെ ഓരോ കവിതയും വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാം. ഈ പുസ്തകത്തിനെ മുൻനിർത്തി ഹരിനാരായണൻ സംസാരിച്ചപ്പോഴും ശൈലജ ടീച്ചർ സംസാരിച്ചപ്പോഴും ഒക്കെ തന്നെ രണ്ട് തരത്തിലുള്ള കവിതകളെ അവർ രണ്ടുപേരും ഇതിൽ കണ്ടെത്തിയിരുന്നു. ഒന്ന് അവരവരോട് തന്നെയുള്ള ആത്മഭാഷണം പോലെയുള്ള കവിതകൾ, മറ്റൊന്ന് ആത്മനിഷ്ഠമാണെങ്കിൽ കൂടി അതിലപ്പുറം അതിനൊരു സമൂഹനിഷ്ഠമായ ഒരു തലം കൂടി നമുക്ക് വായനക്കാർക്ക് കണ്ടെത്താൻ പറ്റുന്ന ശൂർപ്പണക പോലെ ഉള്ള മറ്റു രചനകൾ, അഹല്യയെ ഒക്കെ സൂചിപ്പിച്ചെഴുതിയ രചനകൾ. പലപ്പോഴും ആത്മനിഷ്ഠമായ നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് പിന്നീട് മഹത്തരമായ കവിതകളായി അനുഭവപ്പെടുന്നത്. നേരത്തെ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ച രാമായണത്തിലെ ആദ്യ സന്ദർഭമാണല്ലോ, ആദികവി എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ക്രൗഞ്ചമിത്രങ്ങളെ അമ്പെയ്ത് കൊല്ലുന്ന ആ ഒരു ദൃശ്യത്തിൽ നിന്ന്, ആ ഒരു വേദനയിൽ നിന്ന് ആണ് ആദിമകാവ്യമായ രാമായണത്തിന്റെ പിറവി പോലും പറയുന്നത്. സ്വന്തം അനുഭവം, അതല്ലെങ്കിൽ താൻ നേരിട്ടിട്ട് അറിഞ്ഞ ഒരു അനുഭവം, അത് എഴുതുമ്പോഴാണ് ഒരു എഴുത്തിന് ശക്തിയും സൗന്ദര്യവും ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യ ടീച്ചറുടെ ഈ പുസ്തകത്തിലെ കവിതകളൊക്കെ തന്നെയും അത്തരത്തിൽ മൗലികത കൊണ്ട് സത്യസന്ധമാണ്.
അവയിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകളോ വെട്ടിമാറ്റലുകളോ പോലും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്ര നൈസർഗികമായി എഴുതപ്പെട്ട രചനകളാണ് പുനർജനി എന്ന് പറയുന്ന ഈ സമാഹാരത്തിൽ. മറ്റൊന്ന് പറയാനുള്ളത് ഈ പുസ്തകത്തിലെ ചിത്രങ്ങളെ കുറിച്ചാണ്. ഈ പുസ്തകത്തിന്റെ ഇത്തരത്തിലുള്ള രൂപകൽപ്പനയുടെ സമയത്തെല്ലാം അതിന് ഭാഗമാക്കാൻ ആവാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് നാരായണേട്ടൻ എന്ന് പറയുന്ന ഒരാളെ പറ്റി, ചിത്രകാരനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഇവരോട് രണ്ടുപേരോടും, പരമേശ്വരൻ മാഷോടും വിദ്യ ടീച്ചറോടും സംസാരിക്കുമ്പോഴൊക്കെ കവർ ആരാ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ പറഞ്ഞു കേട്ട ഒരു രൂപമുണ്ട്. കവിതകൾ, അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കവിതകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഓരോ കവിതയുടെയും ആശയതലം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് വരച്ച ചിത്രങ്ങളാണ് ഈ സമാഹാരത്തിലുടനീളമുള്ളത്. അതായത് ഓരോ ചിത്രവും വിദ്യ ടീച്ചറുടെ കവിത പോലെ തന്നെ ചിത്രങ്ങൾ കൊണ്ട് മറ്റൊരു കവിതയായിട്ട് ഓരോ ചിത്രങ്ങളും മാറുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കവിതയുടെ ആ ഒരു അംശം കണ്ടെത്തി വരയ്ക്കാൻ കഴിയുന്ന ആളുകളും ചിത്രകാരന്മാരിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും ഒരു കവിതയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ കവിതയുടെ ആശയതലത്തിനോട് ചേർന്നുള്ള ഒരു ചിത്രീകരണം എന്നുള്ളത് ആ എഴുത്തുകാരന്റെ ഒരു ഭാഗ്യം കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭാഗ്യം കൂടി വിദ്യ ടീച്ചർക്ക് ഇതിൽ സാധിച്ചു. പിന്നെ ഇവിടെ കൂടിയ നമ്മൾ ഓരോരുത്തരുടെയും കൂടിയാണ് ഈ കവിതകളെല്ലാം. കാരണം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള അതേ വൈകാരിക തലങ്ങളെ തന്നെയാണ് കവികളെല്ലാം, കഥാകാരന്മാരെല്ലാം, നാടകകൃത്തുക്കളെല്ലാം, എല്ലാവരും സാഹിത്യപരമായ എഴുത്തില് അവതരിപ്പിക്കപ്പെടുന്ന എല്ലാ മനുഷ്യന്റെ അവസ്ഥകൾ തന്നെയാണ്. മനുഷ്യന്റെ അവസ്ഥകൾ തന്നെയാണ് എഴുത്തുകാരെ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ ഈ കവിതകളിൽ കണ്ടെത്താൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ വിദ്യ ടീച്ചറെ വളരെ അടുത്തറിയാവുന്നത് കൊണ്ട് എനിക്ക് ഒന്നുകൂടി പറയുന്നത്, നിങ്ങളെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കവിതയിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അപ്പൊ വളരെ നമ്മുടെ നിൽക്കുന്ന ചുറ്റുപാടിനോട് വളരെ ഇണങ്ങി നിന്നുകൊണ്ട് വളരെ ഗ്രാമ്യമായ ഭാഷയും ഗ്രാമ്യമായ ബിംബങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഒരു തരത്തിലുള്ള കവിതയാക്കലുകളും ഇല്ലാതെ നൈസർഗികമായിട്ടുള്ള ഒരു ശുദ്ധമായ ഒരു പുസ്തകമാണ് ഈ പുനർജനി എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ ഈ പുസ്തകത്തിലൂടെ ടീച്ചർക്ക് മലയാള സാഹിത്യത്തിന്റെ വലിയ വിഹായസിലേക്കുള്ള ഒരു കാൽവയ്പായിട്ട് ഈ പുസ്തകം മാറട്ടെ. ടീച്ചർക്ക് ഇതിനുശേഷവും ഒരുപാട് നല്ല കവിതകൾ എഴുതാൻ കഴിയട്ടെ. നേരത്തെ BK സൂചിപ്പിച്ച അവനവനിലേക്കുള്ള ജനാലയാണ് ഇപ്പോൾ തുറന്നിട്ടില്ലെങ്കിൽ ഇനിയുള്ള കവിതകൾ സമൂഹത്തിലേക്ക് തുറന്നിട്ടുള്ള പുറത്തേക്കുള്ള ജനാലകളായി മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. ഈ കവിത ആലപിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കവിത വിദ്യ എനിക്ക് ആദ്യം ഈണടാൻ വേണ്ടി അയച്ചെന്നൊരു കവിതയാണ്. അന്ന് എനിക്കത് ആദ്യം ഈണടാൻ സാധിച്ചില്ല. എൻ്റെ 1-2 പരിപാടിയുടെ തിരക്കും വ്യക്തിപരമായിട്ടുള്ള കുറച്ച് തിരക്കുകൾ കാരണം എനിക്കന്ന് ഇത് ഈണിട്ടിട്ട് വിദ്യക്ക് തിരിച്ചയക്കാൻ സാധിച്ചില്ല. വിദ്യ എനിക്ക് ആദ്യം അയച്ചൊരു കവിതയാണിത്. ഞാൻ വിദ്യ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു 2 വാക്ക് സംസാരിച്ചിട്ട് കവിത ആലപിക്കാം. അപ്പം വിദ്യ എന്നോട് ശ്രദ്ധിച്ച് ഇങ്ങനെ മഴയോടെ എന്നുള്ള കവിത ആലപിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വിദ്യ ഇത് ഒരു സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അന്ന് എനിക്കിത് ആലപിക്കാൻ സാധിക്കാഞ്ഞിട്ട് ശ്യാമാണത് ചൊല്ലിയത്. നമ്മുടെ കാർമണ്ണേലിന്റെ കുട്ടിയില്ല, TRKയിൽ പഠിക്കുന്ന ആ കുട്ടിയാണ് ഈ കവിത ആലപിച്ചത്. വിദ്യയും ഞാനുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി കുട്ടിയാണ്. അത്രയും ഒരു ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. പിന്നെ ഞാൻ ഈ സ്കൂളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളിലേക്ക് വരണത്. എനിക്കിവിടെ ആ കൂടി 2-3 പേരെയാണ് പേഴ്സണലി. പ്രമീള എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. പിന്നെ സ്മിതേനെ അറിയാം. ഞാൻ സ്കൂളിൽ വന്നിട്ട് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ പലരും എന്നോട് ചോദിച്ചത് സരിതയല്ലേ ചോദിച്ചു. അത് വിദ്യയുടെ വരികളും അത് ഞാൻ ആലപിച്ചതിൻ്റെ ആ ഒരു ഭാഗ്യം. കാരണം ഞാൻ പലരെയും ഇന്നാണ് നേരിൽ കാണുന്നത്. അപ്പോൾ വിദ്യയുടെ കുറേ വരികൾക്ക് ഈ പറഞ്ഞ പോലെ പ്രാർത്ഥന, പ്രത്യേകിച്ചും നീലകണ്ഠ സ്മൃതി, കാറൽമണ്ണ നീലകണ്ഠേട്ടൻ്റെ ആ ഒരു അനുസ്മരണ ചടങ്ങിന് മിക്കപ്പോഴും വിദ്യയാണ് വരികൾ എഴുതി തരാം. അതൊരു 2-3 ദിവസം മുമ്പേ സന്ദേശി നോക്കി നോക്കും, ഇവരുടെ 4-5 വരികൾ എഴുതി തരും. ഞാനത് പ്രാർത്ഥനയായിട്ട് ചൊല്ലും ചെയ്യും. അങ്ങനെ അപ്പം ഞാനിത് എത്രത്തോളം ഞാൻ ആലപിക്കാം, പ്രത്യേകിച്ചും ഹരിനാരായണൻ സാറിനെ പോലുള്ള ആളുകൾ വേദിയിൽ വേറെ മാഷ്മാരും എല്ലാവരും ഉണ്ട്. എന്തായാലും പറ്റുന്ന പോലെ ഞാൻ ഈ കവിത ആലപിക്കുകയാണ്.
മഴയോട്. എന്തേ മറന്നുവോ ചൊല്ലുന്ന പോലൊരു മഴ മെല്ലെ പെയ്തു മറഞ്ഞു പോയി. പണ്ടേ മറന്നൊരു സായന്തനത്തിലെ മഴ കുളിർനിലവിൽ നിറച്ച നേരം ഏതോ സുഗന്ധിയാം കാറ്റിന്റെ ചിറകേറി ഇന്നെങ്ങോ മറഞ്ഞു പോയ മഴയും കണ്ണിൽ കിനാക്കളിൽ വിസ്മയം പേറിയ സുന്ദര കൗമാരവീഥികളിൽ അന്നു നീ മൗനമായി പെയ്തിറങ്ങി എന്നിൽ പ്രണയാർദ്രമാമേതോ നിമിഷങ്ങളിൽ. നീറുന്ന ഓർമ്മകൾ കണ്ണീരണിയിക്കാൻ പിന്നെയും പിന്നെയും എന്നരികിൽ ചാഞ്ഞും ചെരിഞ്ഞും തേൻതുള്ളിയൊന്നൊന്നായി പെയ്തു നിറയ്ക്കുന്നതെന്തിനിന്ന് മോഹങ്ങൾ നെയ്തെടുത്തൊന്നായി മെടയുന്ന ധന്യമാം ജീവിതയാത്രയിലും ഒളിമങ്ങിപ്പോയൊരാ ചിത്രവും പേരെനി എന്നെ തിരഞ്ഞോടി വന്നതെന്തേ, എന്നെ തിരഞ്ഞോടി വന്നതെന്തേ. ഓർമ്മയിൽ സൂക്ഷിപ്പതുണ്ടോ നിന്നെ ഞാൻ, ഓർമ്മയിൽ സൂക്ഷിപ്പതുണ്ടോ നിന്നെ ഞാൻ എന്നൊന്നറിയാൻ വരുന്നതല്ലേ. സ്നേഹമാണേറ്റം ഈ മഴയോടെനിക്കെന്നും, സ്നേഹമാണേറ്റം ഈ മഴയോടെനിക്കെന്നും. മഴ എന്നിൽ പെയ്യട്ടെ എന്നുമെന്നും. സ്നേഹമാണേറ്റം ഈ മഴയോടെനിക്കെന്നും. മഴ എന്നിൽ പെയ്യട്ടെ എന്നുമെന്നും. കുളിരായി മഴ എന്നിൽ പെയ്യട്ടെ എന്നുമെന്നും. കുളിരായി മഴ എന്നിൽ പെയ്യട്ടെ എന്നുമെന്നും. ഒരുപാട് സന്തോഷം. ടീച്ചറുടെ പേരൊന്ന് വിട്ടുപോയപ്പോൾ ടീച്ചറേയും കൂടി പറയുന്നു. സന്തോഷം, ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തില് ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് പേര് മാഷുമാരുടെ ടീച്ചേഴ്സ്, വേദിയിലിരിക്കുന്നവര് എല്ലാവരോടും, പിന്നെ മാഷ് പറഞ്ഞ പോലെ വിദ്യക്ക്, ടീച്ചർ പറഞ്ഞ പോലെ, ഹരിനാരായണ സാർ പറഞ്ഞ പോലെ വിദ്യക്ക് ഒരുപാട് ഇനിയും എഴുതാൻ സാധിക്കട്ടെ. എൻ്റെ അനിയത്തി കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എന്താണ് പറയേണ്ടത് എന്നറിയാത്തൊരു വല്ലാത്തൊരു നിമിഷത്തിലാണ് ഞാൻ. സ്വപ്നം, പ്രതീക്ഷ, ഈ രണ്ട് വാക്കുകൾ ഇവിടെ ഏറെ പരാമർശിക്കപ്പെട്ട രണ്ട് വാക്കുകളാണ്. ആ വാക്കുകളില്ലാതെ സത്യം പറഞ്ഞാൽ ഞാനല്ല, നമ്മളാരുമില്ല. കാരണം സ്വപ്നം കാണാൻ നമുക്ക് ആരുടെയും അനുവാദം വേണ്ട. നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് സ്വപ്നങ്ങൾ കാണാം. ഒരുപക്ഷെ നടക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ നടക്കുന്നതായിരിക്കാം. ഏറെക്കുറെ നടക്കുമെന്ന് തോന്നുന്ന സ്വപ്നങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷ എന്ന് വിളിക്കാറ്. സത്യം പറഞ്ഞാൽ ഇത് തീരെ പ്രതീക്ഷിച്ചതല്ല. കാരണം ഓരോരുത്തരും പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യണു, പ്രസിദ്ധീകരിക്കണു, അവരുടെയൊക്കെ പുസ്തകങ്ങൾ കാണുന്നു, വായിക്കണു. പക്ഷെ എനിക്കിങ്ങനെയൊന്ന് സാധിക്കും എന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതല്ല. നേരത്തെ കേങ്കുട്ടി മാഷ് പറഞ്ഞ പോലെ
സമർപ്പണത്തിൽ പറഞ്ഞ പോലെ അതിലുള്ള ഓരോരുത്തരുടെയും മനസ്സ്, അവരുടെ പ്രാർത്ഥന, അനുഗ്രഹം. പ്രത്യേകിച്ച് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിലാണ് ഇവിടെ വന്ന് ചേർന്നത്. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഇന്നിവിടെ ഉണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ചു പേർക്ക് ശാരീരിക അസ്വസ്ഥങ്ങളും കാലം ഇങ്ങനെ ആയതുകൊണ്ടും വരാൻ സാധിക്കാതെ ഫോണിൽ കൂടെ എന്നോട് ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ഞാൻ ഈ ഒരു സമയത്ത് സ്മരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിനോട്, ഇവിടെ തന്നെ അധ്യാപികയായിട്ട് വരികയും ചെയ്തുകൊണ്ട് വിദ്യാലയത്തിനോട് വല്ലാത്തൊരു ആത്മബന്ധം തന്നെയാണുള്ളത്. ഈ മുറ്റത്തുകൂടെ ഓടിക്കളിച്ചിരുന്ന കാലത്ത് കവിത എന്താണെന്നോ സാഹിത്യം എന്താണെന്നോ ഒന്നും അറിയാതിരുന്ന ആ ഒരു കാലത്ത് എന്തൊക്കെയോ കുറിച്ചു വെച്ച് ജില്ലാ കലോത്സവത്തിന്, ഗോപി മാഷി പറഞ്ഞ പോലെ ജില്ലാ കലോത്സവത്തിന് 1ാം സ്ഥാനം കിട്ടി. അപ്പോഴും അസംബ്ലിയിൽ വെച്ച് സമ്മാനം വാങ്ങിയപ്പോഴും അതിന് ഇത്രത്തോളൊന്നും പ്രാധാന്യം ഉണ്ടെന്നോ, സമ്മാനം കിട്ടി, ആ സമ്മാനത്തിനാണ് അന്ന് പ്രാധാന്യം ഞാൻ കൊടുത്തത്. പക്ഷെ അതിന് ഇത്രയും വലിയൊരു പ്രാധാന്യം ഉണ്ടെന്നൊന്നും അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതിനുശേഷം മാഷ് തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട്, മാഷിന്റെ അച്ഛനും ഇവിടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഞാൻ വന്ന കാലത്ത് രാമേന്ദ്രൻ മാഷ്, മുപ്പത്തി രാമേന്ദ്രൻ മാഷ് സിനിമാ ഗാനങ്ങൾ എഴുതിയ ഒരു വലിയൊരു മഹാനായ കവിയൻ തന്നെയായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. മാഷ് അന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ ഗോപി മാഷ് അന്ന് സ്കൂളിലേക്ക് വന്നിട്ടേ ഉള്ളൂ. മാഷ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ എഴുതിയ കഥ എവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് അന്നിങ്ങനെ എഴുതി കൊടുക്കുന്നല്ലാതെ എനിക്ക് അറിയില്ല, അത് ഇപ്പൊ എന്റെ കയ്യിലൊന്നും ഇല്ല. അപ്പൊ മാഷ് പറഞ്ഞു, ഒന്നും കൂടി എഴുതണം. അപ്പൊ എന്തിനാന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മാഷത് എൻ്റെ ഒന്ന് എഴുതി വാങ്ങിച്ചു. കൗമുദിയില് ആണ് അത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നത്, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അതിനുശേഷം ഹൈസ്കൂളിലായി, മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു, കവിതകൾ എഴുതിയിരുന്നു, സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ എഴുതി സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീട് കോളേജിലെത്തി, അപ്പോഴും എ-സോൺ, ഇന്റർ-സോൺ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു, സമ്മാനങ്ങൾ വാങ്ങി. പക്ഷെ അപ്പോഴും എഴുതി വെച്ച കവിതകളൊന്നും സൂക്ഷിച്ചു വെക്കാനൊന്നും തോന്നിയില്ല. പിന്നീട് ഇപ്പൊ ഈ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് എത്തി, കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി എഴുതാനുള്ള ഒരു സാഹചര്യം. ഇവിടെ പറഞ്ഞ പോലെ എൻ്റെ ഏട്ടൻ തന്നെയാണ് അതിന് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിയിരുന്നത്. ചിലപ്പോൾ കളിയാക്കൊക്കെ ചെയ്യട്ടോ. രാത്രി എല്ലാ പണികളും കഴിഞ്ഞ് മക്കളെയൊക്കെ ഉറക്കി കിടക്കാൻ നേരത്തായിരിക്കും ചിലപ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞ പോലെ ഒരു സ്പാർക്ക് ഇങ്ങനെ വരാൻ തന്നെ. അപ്പൊ എഴുതണമെന്ന് തോന്നും, പക്ഷെ അപ്പൊ എണീറ്റിരുന്നിട്ട് എഴുതാൻ, അപ്പൊ ചിലപ്പോ എണീറ്റിരുന്ന് എഴുതാനുള്ള ഒരു സാഹചര്യം അവിടെ അപ്പൊ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ എണീറ്റിരിക്കുന്ന കണ്ടപ്പോ ഏട്ടൻ ചോദിച്ചു, എന്താ ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ എഴുതാൻ ഇങ്ങനെ വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഒന്നും എന്നോട് പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോ ഒരു ഡയറിയും പേനയും അവിടെ ഇരിക്കണ കണ്ടു. അപ്പൊ നിനക്ക് എപ്പോഴാണ് എഴുതാൻ തോന്നണേ, അപ്പൊ ഇന്ന് എഴുതിക്കോന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഡയറിയും പേനയും അവിടെ വെച്ചതായിട്ട്, അങ്ങനെ എനിക്ക് തോന്നുന്ന സമയത്ത് എഴുതിക്കോളാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരിക്കലും ഏട്ടൻ വായിച്ചിട്ട് അത് നന്നായി എന്നൊന്നും പറയില്ല, കാരണം അത് ഇനി നന്നാക്കണം എന്നാണ് ആ മനസ്സിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതുമല്ല, പുസ്തകം ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം ആയപ്പോ അതൊന്നും എന്നോട് പറഞ്ഞില്ല. അതിന്റെ എല്ലാം പിന്നിൽ ശിവപ്രസാദ് മാഷുണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞില്ല, ഇത് ഇങ്ങനെ ഒരു കാര്യത്തിനാണെന്ന് ഒന്നും പറഞ്ഞില്ല. മാഷും അതെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതി ഇടാറുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ട് കെട്ടി എഴുതിച്ച് അങ്ങനെ ഒരു പുസ്തക രൂപത്തില് വന്നപ്പോ എന്തായാലും വളരെയധികം സന്തോഷം. പിന്നെ ഇവിടെ വെച്ചിട്ട്, ഈ വിദ്യാലയത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വന്നത് മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. എൻ്റെ പ്രിയപ്പെട്ട ചന്ദ്രിക ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചറും അതെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും കവിതകളിലൂടെയാണ് ചാറ്റ് ചെയ്യാറ് ടീച്ചറോട്. ടീച്ചർ അത് എന്തെങ്കിലും ഞാൻ എഴുതിയത് കണ്ട ടീച്ചർ തിരിച്ച് കവിതയിലാണ് എനിക്ക് മറുപടി തരിക. എന്തായാലും ടീച്ചറുടെ സാന്നിധ്യം എനിക്ക് വളരെയധികം അനുഗ്രഹമായിട്ട് തോന്നുന്നു. പിന്നെ വേറെന്താ പറയാനൊന്നുമില്ല. എഴുതാൻ മോഹം പറഞ്ഞ പോലെ, സ്വപ്നം പ്രതീക്ഷ പറഞ്ഞ പോലെ മോഹം എത്രയും തീരാത്ത മോഹമാണ് എഴുതണം എന്നുള്ള മോഹം. എന്തായാലും അത് സാധിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സുകൊണ്ട് അത് സാധിക്കട്ടെ. ഇവിടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ടാണ് ഹരിനാരായണൻ, പക്ഷെ വരുന്നൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനൊന്ന് മെസ്സഞ്ചറിൽ അയച്ചു നോക്കി, മെസ്സേജ് അയച്ചു നോക്കുക എന്ന് പറഞ്ഞു. ഏട്ടൻ അങ്ങനെ അയച്ചു.
അപ്പോൾ വരാമെന്ന് പറഞ്ഞു. പിന്നീട് നമ്പർ കിട്ടി, ഏട്ടനാണ് ക്ഷണിച്ചതും. എന്തായാലും വന്നതിൽ വളരെ സന്തോഷം. ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു നിമിഷം എന്നൊക്കെ തന്നെ ഇതിന് പറയാം. വളരെ സന്തോഷം. അതുപോലെ ശൈലജ ടീച്ചർ, കെ മാഷ്, അതുപോലെ എൻ്റെ ഓരോ അധ്യാപകരും, അതുപോലെ ഇവിടുത്തെ ഓരോ സഹപ്രവർത്തകരും, രക്ഷിതാക്കളും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിച്ചപ്പോഴും ഞാൻ പറഞ്ഞപ്പോഴും വളരെ സ്നേഹത്തോടെയാണ് അവർ വരാമെന്ന് പറഞ്ഞ് ക്ഷണം സ്വീകരിച്ചെത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട മാഷുമാരും ടീച്ചർമാരുണ്ട്, രവി മാഷ്, പ്രധാന മാഷ്, ഗീത ടീച്ചർ, ശാരദാമണി ടീച്ചർ, എല്ലാവരോടും ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. കൂടാതെ ഇവിടെ ഓരോ ആൾക്കാരെയും സ്വാഗതം ചെയ്ത് അല്ലെങ്കിൽ അവരെ പറ്റി പറയുമ്പോൾ പറഞ്ഞത് എൻ്റെ ശർമ്മ ചേച്ചിയാണ്. ഞാൻ അങ്ങനെയാണ് വിളിക്കുക. ചേച്ചിയോടും ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. കാരണം സരിത ചേച്ചി പറഞ്ഞ പോലെ ശർമ്മ ചേച്ചി എന്നാണ് വിളിക്കുക, ശർമ്മിള എന്നാണ് പേരെങ്കിലും ആ ചേച്ചിയായിട്ട് ഒരു ആത്മബന്ധം കുട്ടിക്കാലം മുതലേ ഉണ്ട്. ഈ നാടിനോടും അതെ കേട്ടോ. ഞാൻ ഇവിടെ പഠിച്ചതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാരോടും നാടിനോടും എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധമാണുള്ളത്. അപ്പോൾ അതുപോലെ ഗീത ടീച്ചർ, ഗീത ടീച്ചർ നന്നായി പാടും. ടീച്ചർ എൻ്റെ കവിതകളൊക്കെ ടീച്ചറോട് ഞാൻ ഇടയ്ക്ക് പാടിത്തരാൻ പറയാറുണ്ട്. ടീച്ചർ ഇപ്പം തിരക്കുകളായതുകൊണ്ട് ആയപ്പോൾ തിരക്കുകളായി, എന്നാലും ടീച്ചറെ ഞാൻ പഠിപ്പിക്കും. ടീച്ചർ നന്നായിട്ട് പാടും. അപ്പോൾ ടീച്ചറുടെ എല്ലാവരുടെയും മനസ്സുകൊണ്ടാണ് ഇങ്ങനെയൊരു സന്ദർഭം കിട്ടിയത്. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഓരോരുത്തരോടും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ വിദ്യാലയത്തിൻ്റെ പേരിലും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.